എല്ലാവർക്കും നമസ്കാരം. ആങ്ങളമാരെ ആവശ്യമുണ്ടോ എന്നുള്ള ഈ പാനൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാകേഷ് വി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ശ്രീ അഭിലാഷ് കൃഷ്ണൻ, അനുപമ രാധാകൃഷ്ണൻ, അഞ്ജലി ആരവ്. ആദ്യമേ നമുക്ക് ഈ ചർച്ചയുടെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ആങ്ങളമാരെ ആവശ്യമുണ്ടോ? നമുക്കറിയാം, സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം തുല്യ ജനസംഖ്യയുള്ള രണ്ട് വിഭാഗങ്ങളാണെങ്കിൽ പോലും എപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത പണ്ടുകാലം മുതലേ നമ്മുടെ എല്ലാ സംസ്കാരങ്ങളിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പിതോരക്ഷതി കൗമാരെ, ഭർത്തോരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തും ആ ഒരു ചിന്താധാരയ്ക്ക് പലപ്പോഴും പൊതുബോധത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൈബർ ഇടങ്ങളിൽ പോലും പലപ്പോഴും, പ്രത്യേകിച്ചും ചില വിഭാഗങ്ങളിലെ മതവിഭാഗങ്ങളിലേക്ക് ഒരു പെൺകുട്ടി നല്ല മോഡേണായിട്ട് ഡ്രസ്സ് ഇട്ട ഒരു ഫോട്ടോ ഇട്ടാൽ ആങ്ങളമാരുടെ ചാകരയാണ് കമൻറ്റ് ബോക്സ് നിറയെ. ഇപ്പോൾ എല്ലായിടത്തും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു ആങ്ങള സങ്കല്പം പൊതുവേ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു ആദ്യ ചോദ്യം. ഇത് സ്വതന്ത്ര ചിന്തയായ സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആങ്ങളമാരുടെ ശല്യങ്ങൾ സൈബറിടങ്ങളിൽ അഞ്ജലിക്ക് നേരിട്ടിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു പാനൽ ഡിസ്കഷൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസരം തന്ന കൊല്ലം എസൻസിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സൈബർ ഇടങ്ങളിലെ ആങ്ങളമാരെ പറ്റി പറയുകയാണെങ്കിൽ, അവർ സ്വന്തം ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഒരു പരിചയം പോലും ഇല്ലാത്ത സ്ത്രീകളുടെ കാര്യം ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകളാണ് അവർ. ശരിക്കും പറഞ്ഞാൽ കരുതൽ, ഈ കെയറിങ് ആണ് അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു മഴ പെയ്താൽ, ചെറിയൊരു കാറ്റ് വീശിയാൽ അവരുടനെ തന്നെ ഇൻബോക്സിൽ വന്ന് ചോദിക്കും, കുട്ടി സേഫാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയും പോലും ഇത്രയും തിരക്കാറില്ല. ആ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. പിന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, അതിന് സദാ ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരെന്നേ ഞാനിവരെ പറയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ്, അതല്ലെങ്കിൽ ക്ലീവേജ് കുറച്ച് കാണുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, എന്തിന് ഷാളൊന്ന് മാറിയാലോ, ലെഗിൻസ് ഇട്ടാലോ, പിന്നെ എന്തിനൊന്ന് ബ്രേസറിൻ്റെ വള്ളി ഒന്ന് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ നശിപ്പിക്കുമെന്ന് ഇവർക്കറിയാം. അത് മാത്രമല്ല, ഇതൊക്കെ സ്ത്രീകളെ വഴിതെറ്റിക്കും. അപ്പോൾ ഇതൊക്കെ ഇവർ വന്നിട്ട് സ്ത്രീകളോട് വന്നിട്ട് ഇൻബോക്സിലൊക്കെ വന്നിട്ട് എന്താ പറയുക, സൗജന്യമായ രീതിയിൽ ഇവർ സാരോപദേശം കൊടുക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കാറുണ്ടോ? ഇല്ല, എല്ലാത്തിനും പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രയും നല്ല തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകളാണ് ഇവരെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് അമ്മാവൻ ഉപദേശകരുണ്ട്, അതുപോലെ തന്നെ പെണ്ണേ നീ വസന്തമാകുന്ന ആ 7 ദിവസങ്ങളിലെ ചുവന്ന പൂക്കൾ എനിക്ക് തരൂ എന്നൊക്കെ പറയുന്ന ഗുൽമോഹർ കവികൾ തുടങ്ങി ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ലിവ് ആൻഡ് ലെറ്റ് ലീവ്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നൊരു വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇവരുടെ പ്രശ്നം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലും അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെട്ട് അത് ഒരുതരം മനോരോഗമാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം പുറത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അഞ്ജലി ഇത് വാങ്ങിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിക്കാമെന്ന് പറഞ്ഞിങ്ങനെ, സത്യം പറഞ്ഞാൽ എൻ്റെ തിരക്കൊക്കെ കൊണ്ട് അങ്ങ് നീണ്ടുപോയി. അങ്ങനെ ഞാൻ ഈ പുസ്തകം ഫൈനലി വാങ്ങിച്ചു. പുള്ളി എന്നോട് പിണങ്ങി. അപ്പം ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചിട്ട് ഈ പുസ്തകം ഇങ്ങനെ പിടിച്ച് ഒരു സെൽഫി എടുത്തിട്ട് ഞാനത് പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനത് ഫേസ്ബുക്കിൽ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഇൻവേർട്ടഡ് കോമ, സ്വതന്ത്ര ചിന്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ, ഒന്നുകൂടെ പറയുന്നു, സ്വതന്ത്ര ചിന്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ എൻ്റെ ഇൻബോക്സിൽ വന്ന് ചോദിച്ചൊരു ഭാഷ മുലച്ചാല് കാണിക്കാനായിരിക്കും അല്ലേ? അതായത് ആ പുസ്തകം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനോ ഒന്നുമല്ല അവിടെ. എൻ്റെ ഫോട്ടോയിൽ എൻ്റെ ക്ലീവേജ് കണ്ടതായിരുന്നു അവിടെ പ്രശ്നം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, സ്വതന്ത്ര ചിന്തകൻ എന്ന് സ്വയം പറയുന്ന ആളുകൾ പോലും ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇതൊരു തരം മനോരോഗമാണ്. സ്വതന്ത്ര ചിന്ത ഇതുപോലുള്ള പല ആശയങ്ങളെയും
മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ സംരക്ഷകർ അതെ, ബോക്സുകളിൽ എത്തുന്നത്. അതെ അതെ, ഇതൊക്കെ ഒരുതരം പുറത്ത് കാണിക്കുന്ന അതെ. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരുതരം വലവീശലാണ്. സ്വതന്ത്രത മാത്രമല്ല, ഇത്ര ഇതിന് പീക്കോക്കിസം എന്ന് പറയാം. അത് യുക്തിവാദത്തിലുണ്ട്, അത് ഫെമിനിസത്തിലുണ്ട്, എല്ലാത്തിലും ഒരു പീക്കോക്ക് ഫെമിനിസം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് വളരെ ചർച്ചയായ ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പീക്കോക്കിസം അല്ലേ ഇത്? എന്താണ് അനുപമയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായും. ആദ്യം തന്നെ ഇങ്ങനെ രസകരമായ എന്നാൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചർച്ചയ്ക്കെടുത്ത കൊല്ലം എസൻസിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓൾറെഡി ഇപ്പോൾ അഞ്ജലി ഇവിടെ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലായിക്കോട്ടെ, അവരുടെ പ്രൊഫഷണൽ ലൈഫ് എവിടെ ആയിക്കോട്ടെ, അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറച്ച് കെയറേട്ടായിമാർ സ്ഥിരമായി കാണാറുണ്ട്. അഞ്ജലി പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരു കരുതലാണ് ഇവരുടെ മുഖമുദ്ര. ആവശ്യമില്ലാതെ നമ്മൾ പോലും ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് വേണ്ടുവോളം കെയർ തരാറുണ്ട്. ഇങ്ങനെയൊക്കെ കെയർ തരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, അയ്യോ എന്ത് തങ്കപ്പെട്ട മനുഷ്യരാണ് ഇവരെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. പക്ഷേ ഇവരുടെയൊക്കെ ആ ഒരു ഉദ്ദേശശുദ്ധി അത്ര നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പീകോക്ക് ഫെമിനിസത്തിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പീകോക്ക് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? പീകോക്സ് എന്താണ് ചെയ്യാറ്? അവരുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെതേഴ്സ് കാണിച്ച് അവരുടെ ഇണയെ ആകർഷിക്കുകയാണ് ചെയ്യാറ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ പീകോക്ക് ഫെമിനിസ്റ്റുകൾ ചെയ്യുന്ന എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ ഉന്നമനം ഇതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അവരെ ആകർഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പലപ്പോഴും നമ്മളെ സമീപിക്കാറുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പലരുടെയും എഴുത്ത് കണ്ടാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പെണ്ണെ നീ തീയാവുക എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇൻബോക്സിൽ വന്ന് പറയുന്നത് മറ്റു പലതുമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ആങ്ങളമാർ നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശശുദ്ധിയൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇവർ വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുള്ളത്. പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനമാണ് ഇവരുടെ ലക്ഷ്യം എങ്കിൽ കൂടി വളരെ യങ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഇവരുടെ കൺസേണേ അല്ല, അവരുടെ പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇവർ ചർച്ച ചെയ്യാറില്ല. ആൻഡ് ഓൾസോ ഒരു പ്രായത്തിൽ കൂടിയ സ്ത്രീകൾ, മേ ബി ഒരു 40+ അല്ലെങ്കിൽ 50+ ആയിട്ടുള്ള സ്ത്രീകൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഇവർ ചർച്ച ചെയ്യാറില്ല. എന്താ, അവരും സ്ത്രീകളല്ലേ? ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തൂടെ? പക്ഷേ ഇവർ ചർച്ച ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും വളരെ രസകരമായ വിഷയങ്ങളായിരിക്കും. കാതലായ പ്രശ്നങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യാറില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം, വളരെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് പോലും ഇടാറില്ല. ഹിജാബിൻ്റെ ഇഷ്യൂ, അതിനെപ്പറ്റി ഇവർ സംസാരിക്കാറില്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ വേറെ പലതുമാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരൊക്കെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ആവശ്യത്തിലധികം കരുതൽ തരുന്നവരാണ്, അല്ലെങ്കിൽ സംരക്ഷണം തരുന്നവരാണ്. ഇപ്പോൾ രാകേഷ് ചേട്ടൻ ഓൾറെഡി പറഞ്ഞു, മനുസ്മൃതിയെ പറ്റി ഇവിടെ പ്രതിപാദിച്ചു. അത് ഏതോ നൂറ്റാണ്ടിൽ നടന്നൊരു കാര്യം, നമ്മളൊക്കെ എന്നേ മറന്നുപോയ ഒരു സംഭവമാണ് മനുസ്മൃതിയൊക്കെ. പക്ഷേ ഇന്നും അതിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വരുന്ന ചേട്ടന്മാരാണ് ഇവരൊക്കെ. അതായത് പെൺകുട്ടികളെ ആവശ്യമില്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സംരക്ഷിക്കുന്നത് എപ്പോഴായിരിക്കും? ഒന്നുകിൽ നമ്മളെക്കാൾ ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് വീക്കായിട്ടുള്ള ആളുകളെ ആയിരിക്കും പൊതുവെ നമ്മൾ സംരക്ഷിക്കാറുള്ളത്. കൊച്ചു കുട്ടികളെ നമ്മൾ സംരക്ഷിക്കും, പ്രായമായവരെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ ഇവർ ഈ പറയുന്ന സ്ത്രീകളുടെ തുല്യത, അല്ലെങ്കിൽ തുല്യരായിട്ട് അവർ സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവർ സംരക്ഷിക്കാൻ വരുന്നത്? ഇപ്പോൾ ഞാൻ രാകേഷ് ചേട്ടനെയോ അല്ലെങ്കിൽ അഭിലാഷ് ചേട്ടനെയോ സംരക്ഷിക്കാൻ വരുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, കൊച്ചു നിനക്ക് എന്താ വയ്യേ എന്ന് ചോദിക്കും. കാരണം എന്താണ്? നമ്മൾ തുല്യരായിട്ടുള്ളവരാണ്, തുല്യരായ ഒരു വേദി പങ്കിടുന്നവരാണ്. എല്ലാ മേഖലകളിലും നമ്മൾ തുല്യരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളിടത്ത് സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന കെയറേട്ടായിമാരൊക്കെ, ഈ ആങ്ങളമാരൊക്കെ ഈ പറയുന്ന സംരക്ഷണം കൊണ്ടാണ് വരാറുള്ളത്. അവർ പറയുന്ന ഫെമിനിസത്തിൻ്റെ തന്നെ ബേസിക് ഐഡിയോളജിയെ ക്യാൻസൽ ചെയ്യുന്ന കാര്യമാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ ആരെങ്കിലുമാൽ സംരക്ഷിക്കപ്പെടേണ്ടവരല്ല. നമ്മുടെ ഈ എസൻസിൻ്റെ ലോഗോയിലെ ഈ പക്ഷിയെ പോലെ സ്വന്തം ചിറകിൽ വിശ്വസിച്ച് ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും ആ ഒരു ചില്ലയുടെ കൊമ്പത്തിരിക്കുന്ന ആ ഒരു കിളിയെ പോലെ സ്വന്തം ചിറകിൽ വിശ്വസിക്കുന്നവരാവണം സ്ത്രീകൾ. അല്ലാതെ ഏതെങ്കിലും ആങ്ങളമാരുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നവരാകരുത് ഇന്നത്തെ നമ്മുടെ സ്ത്രീകൾ. അപ്പോൾ അവർ രണ്ടുപേരും അമിതമായ കെയറിങ്ങിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. നമുക്കാണെങ്കിൽ കെയറിങ് കിട്ടാറേ ഇല്ല. ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടാൽ പോലും 50 ലൈക്ക് കൂടുതൽ കിട്ടത്തുമില്ല, അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു വിഷയം സംസാരിക്കുമ്പം പലപ്പോഴും ഫെമിനിസം കടന്നു വരാറുണ്ട്, സ്ത്രീപക്ഷ വിഷയങ്ങൾ എന്നുള്ള രീതിയിൽ. ഈ ഫെമിനിസത്തിനൊക്കെ ഇപ്പം എന്തെങ്കിലും പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ പൊതു ഇടങ്ങളിലെല്ലാം ഇപ്പോൾ കടന്നു വരുന്നൊരു വോക്കിസം എന്നൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫെമിനിസത്തെയും വോക്കിസം ഏറ്റെടുത്ത് കഴിഞ്ഞൊരവസ്ഥയിലേക്കൊക്കെയാണോ ഇപ്പം പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ചർച്ചയിൽ എന്നെ ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ കൊല്ലത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ 2 സഹപാനലിസ്റ്റുകളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല.
സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്ന എസൻസിൻ്റെ ലോഗയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അവിടെ. അതേപോലെയുള്ള ഓരോ വ്യക്തി, പുരുഷനും സ്ത്രീയും ആരായാലും സ്വന്തം കാര്യം നോക്കാൻ കഴിവുള്ളവരാണ്. പ്രത്യേകിച്ചൊരു സംരക്ഷണത്തിൻ്റെ ആവശ്യം അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ നമ്മളുടെ ലിബറൽ ഫെമിനിസം, ഇപ്പം ഒരാളോട് ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഫെമിനിസ്റ്റ് ആണെന്ന് പറയാൻ പലർക്കും മടിയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പോലും മടിയാണ് ഫെമിനിസ്റ്റ് ആണെന്ന് പറയാനായിട്ട്. എന്നാൽ അതേസമയം സ്ത്രീയും പുരുഷനും തുല്യ അവകാശ അധികാരങ്ങളാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെ പറയും. എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് നമ്മളൊരു സർവേ നടത്തി കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും, ഈ മതം കീഴടക്കിയ രാജ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ വേണമെന്ന്. എന്നാൽ അതേസമയം ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പലർക്കും മടിയാണ്, സ്ത്രീകൾക്ക് പോലും മടിയാണ്. അതിൻ്റെ കാരണം ഈ ഫെമിനിസത്തിന് വന്ന ഒരു പരിണാമം തന്നെയാണ്. നമുക്കറിയാം ലിബറൽ ഫെമിനിസം എന്ന് പറയുന്ന അതിന് പല തരത്തിലുള്ള പരിണാമങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ടുള്ള ഒരു 60കളിൽ ശേഷം 70കളിലും 80കളിലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് ആംഗിളിലുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ഫെമിനിസം അല്ലെങ്കിൽ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും 2 ക്ലാസ്സുകളാണ്. അതിൽ പാട്രിയാർക്കിയും മുതലാളിത്തവും ഒക്കെ അവർ കൊണ്ടുവരുന്നു. അതിനുശേഷം സ്ത്രീ എന്നും പുരുഷൻ്റെ അടിമയായി ജീവിക്കുന്നു. അപ്പം അതിനെതിരെ, ആ വ്യവസ്ഥയ്ക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കാണ് ഈ അക്കാഡമിക്കായിട്ടുള്ള ഫെമിനിസം പോരുന്നത്. ഫെമിനിസത്തിന് വേണ്ടി എഴുതിയിരുന്ന പുസ്തകങ്ങളും എല്ലാം പോരുന്നത്. എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ നമുക്കറിയാം നമ്മളുടെ നിയമങ്ങളെല്ലാം, സ്ത്രീക്ക് അവകാശാധികാരങ്ങളെല്ലാം നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയെ പോലും, നേരത്തെ ഭരണഘടനയെ പറ്റിയിട്ടൊക്കെ ഇവിടെ സംസാരിച്ചല്ലോ, ഗ്രാമപഞ്ചായത്തിനെ പറ്റിയിട്ടാണെങ്കിലും മനുജയുടെ പ്രഭാഷണത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശാധികാരങ്ങളാണുള്ളതെന്നുള്ളതൊക്കെ. പക്ഷേ അതേസമയം അക്കാഡമിക് ഫെമിനിസത്തിൽ എല്ലാ പ്രശ്നങ്ങളും സ്ത്രീയെ അടിച്ചമർത്തുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് പ്രത്യേകിച്ച് ആണുങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്നും പോരാടിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം 2000-ന് ശേഷം അതിൽ വീണ്ടും മാറ്റം വരികയാണ്. അവിടേക്കാണ് നമ്മുടെ ഈ വോക്കിസവും പോസ്റ്റ് മോഡേണിസവും ഒക്കെ വരുന്നത്. അതായത് സ്ത്രീ എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിന് താഴെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. വെളുത്ത സ്ത്രീ, കറുത്ത സ്ത്രീ, ദളിത് സ്ത്രീ, സവർണ സ്ത്രീ, കുലസ്ത്രീ, അങ്ങനെ പറഞ്ഞു പല വിഭാഗങ്ങളുണ്ടെന്നും ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇവരെ എല്ലാവരെയും ഒരേപോലെ സംരക്ഷിക്കുന്നതല്ല എന്നും ഓരോ ഗ്രൂപ്പിനും അവരുടേതായ സത്യങ്ങളുണ്ടെന്നും, അതാണ് ഈ സ്വത്വവാദം എന്ന് പറയുന്നത്. ഓരോ സ്വത്വത്തിനും അവരുടെ സത്യമുണ്ടെന്നും, അല്ലാതെ ലോകത്തിന് മൊത്തത്തിലായിട്ടൊരു നോളജ് ഇല്ലയെന്നും. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എൻ്റെ പ്രിവിലേജ്ഡ് പൊസിഷനിലിരുന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരാണാണ്. അപ്പോൾ എൻ്റെ അറിവ് എന്ന് പറയുന്നത് ആ പവർ ഹൈറാർക്കിയിൽ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്ന അറിവാണ്. ഞാൻ അതാണ് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതെന്ന്. അല്ലാതെ എനിക്കോ എൻ്റെ കൂടെ ഇരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ഇവർക്കും ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു അറിവ് ഉണ്ടാകാൻ പറ്റില്ല. ഞാൻ സൃഷ്ടിച്ചെടുക്കുന്ന അറിവ് ഞാൻ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള നരേറ്റീവ്സ് വരികയാണ്. എല്ലാം സോഷ്യൽ കൺസ്ട്രക്റ്റീവിസത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ വോക്കിസം എന്നും പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫെമിനിസത്തെ ഈ ഒരു സെക്ഷൻ കീഴ്പ്പെടുത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ നാട്ടിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഫെമിനിസത്തിൻ്റെ കാര്യത്തിൽ. എന്നാലും വെസ്റ്റേൺ വേൾഡിലൊക്കെ ഫെമിനിസത്തിനെ അത് വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ജെൻഡർ തിയറി ആണെങ്കിലും പോസ്റ്റ് കൊളോണിയൽ തിയറി ആണെങ്കിലും അതിൽ ക്രിട്ടിക്കൽ റേസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലേക്കും ജാതിയും വിഭാഗങ്ങളെയൊക്കെ കൊണ്ടുവരിക. അതിൻ്റെ ഒരു പ്രശ്നം ഈ പറഞ്ഞു തന്നെ ഓരോ വിഭാഗത്തിനും ഒരു സത്യമുണ്ടെന്ന് ഉള്ള രീതിയിൽ വരിക. അപ്പോൾ അതിനെ അംഗീകരിക്കാത്തവരെല്ലാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ക്യാൻസൽ കൾച്ചറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ എന്നോട് സമ്മതിക്കുന്നതിന് പകരം എന്നെ പങ്കെടുപ്പിക്കാതിരിക്കുക, ഞാൻ പറയുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ പല എഴുത്തുകാരും ഈ പറയുന്ന ഈ വോക്കിസ്റ്റുകൾ പറയുന്ന പല കാര്യങ്ങളെ എതിർക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് പിന്നീട് വേദികൾ നൽകാതിരിക്കുക, അവരെ പരസ്യമായി അപമാനിക്കുക, അവരെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതിരിക്കുക എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പരസ്പരം സംവദിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ നിരാകരിക്കുക, യാഥാർത്ഥ്യത്തെ നിരാകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനും അവർ പറയുന്നതാണ് സത്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നു സ്ത്രീകൾ നമുക്കറിയാം പണ്ടത്തെ കാലത്തേക്കാളും സ്ത്രീകളുടെ നിലവാരം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൽ അവർ പല മേഖലകളിലും അവരുടെ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രസ് കണ്ടില്ല എന്ന് നടിക്കുക, ഇല്ലാത്ത അസമത്വം ഉണ്ടെന്ന് വരുത്തി തീർക്കുക. ഉണ്ടെന്ന് വരുത്തി തീർത്തതിന് ശേഷം അതിനെതിരെ പോരാടാൻ ഗ്രൂപ്പുകളെ നിർബന്ധിക്കുക. അതിനെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ, അതിനെതിരെ റിയാലിറ്റിയോ ഫാക്റ്റോ വെച്ച് ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ അത് അവർ പറയുന്നത് അവരുടെ പവർ മൂലം അവർ സൃഷ്ടിച്ചെടുത്ത അറിവിൻ്റെ മേലെയാണെന്ന് പറയുക. അതിനുശേഷം അവരെ ക്യാൻസൽ ചെയ്യുക. ആ രീതിയിലാണ് വോക്കിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെമിനിസത്തിൻ്റെ ഒരു ഫസ്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അതെ അതെ അല്ലേ? അതെ. അപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തന്നെ അവർ നമുക്കറിയാം നമ്മുടെ ഒരു പാട്രിയാർക്കൽ സമൂഹം തന്നെയായിരുന്നു. എല്ലാ കാലത്തും സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളുള്ള ഒരു സമൂഹമായിരുന്നില്ല. പതിയെ പതിയാണ് അതിന് മാറ്റം വന്നത്.
നമുക്കറിയാം 50കൾക്ക് ശേഷം ജനാധിപത്യം വന്നതിന് ശേഷം എല്ലാ ഭരണഘടനയിലും സ്ത്രീയും പുരുഷനും, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ആണെങ്കിലും എല്ലായിടത്തും അതിൽ സ്ത്രീയെയും പുരുഷനെയും അന്യരായി കാണരുത്, അതായത് രണ്ട് തരത്തിൽ കാണരുത് എന്നുള്ള രീതിയിൽ സമൂഹം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറൽ ഫെമിനിസം അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഏകദേശം അവിടെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലുള്ള പല എഴുത്തുകാർ, ഇപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ ഈ കെയറിങ് എന്നുള്ളതിനെ പോലെ തന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ സംരക്ഷണം. അപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ, അപ്പോൾ അവരെപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയുന്നത് സ്ത്രീയെ അടിച്ചമർത്തുന്ന ഒരു വർഗ്ഗമായിട്ടാണ്. അപ്പോൾ അത് ആ മനസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നതിനകത്തെല്ലാം അത് കയറി വരും. അപ്പോൾ ഈ സെക്കൻഡ് വേവ് ഫെമിനിസമാണ് യഥാർത്ഥത്തിൽ ഈ ലിബറൽ ഫെമിനിസത്തിനോട് ചേർന്ന് ചെയ്യുന്നത്. തേർഡ് വേവ് മുതൽ അത് മാറി സഞ്ചരിക്കുകയാണ്. ഫോർത്ത് വേവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോസ്റ്റ് മോഡേണിസവും ജെൻഡർ തിയറിയൊക്കെ വന്നതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് പറയാം. ഫെമിനിസത്തിൻ്റെ വിവിധ ധാരകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്താ എനിക്ക് പറയാനുള്ളത്? ഈ വോക്കിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ മലയാള ഭാഷയോടും സാഹിത്യത്തിനോടും ഒക്കെ ഭയങ്കര ഒരു ഭ്രമമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് വയലാർ രാമവർമ്മയുടെ ഒരു കടുത്തൊരു ഫാനാണ്. അപ്പോൾ ഒരുപാട് വേദികളിൽ വയലാറിൻ്റെ കവിതകൾ ചൊല്ലുകയും പാട്ട് പാടുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്കൊരു വോക്ക് നിരീക്ഷകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് വയലാർ ഒരു സവർണ ഫാസിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ ആലോചിച്ചപ്പോൾ വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ, പിന്നെ അടുത്തത് നിൻ്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറികൂടി പണിയിച്ചോട്ടെ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ഞാൻ നോക്കുമ്പോൾ ശരി, അങ്ങനെ ആ രീതിയിൽ ആലോചിക്കുവാണെങ്കിൽ ശരിയാണല്ലോ. അപ്സരസ്, 4 കെട്ട്, പടിപ്പുര, പിന്നെ ശകുന്തള, പിന്നെ അങ്ങോട്ട് നീളുക രംഭ, മേനക, തിലോത്തമ, അങ്ങ് നീളുക. നമ്മുടെ നാട്ടിലെ രമണിയോ സുമതിയോ ശാന്തയോ പുഷ്പയോ ഒന്നുമല്ല, വലിയ ഗ്രേഡ് കൂടിയ ഐറ്റംസ് ആണെല്ലാം. ശരിക്കും പറഞ്ഞാൽ സവർണത വളരെ വിഗദ്ധമായ രീതിയിൽ ഒളിച്ചു കടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വോക്കിസ്റ്റുകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കലയിലും സാഹിത്യത്തിലും സിനിമയിലും മാത്രമല്ല, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു തരം മൈക്രോസ്കോപ്പുമായിട്ട് ഇത് നോക്കി നടക്കുവാണ് ഇവർ. അതുകൂട്ടൊരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു പുസ്തകമുണ്ട്, കല്യാണിയുടെയും ദാക്ഷായണിയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആർ രാജശ്രീയാണ് ആ പുസ്തകം എഴുതിയത്. അപ്പോൾ അവർ ഫെസ്റ്റിവലിന് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ആ പുസ്തകം എഴുതുന്ന സമയത്ത് അതിലൊരു അപ്രധാന കഥാപാത്രം, ഒരു ദുർമന്ത്രവാദിനിയായൊരു സ്ത്രീ, അവരെപ്പറ്റി എഴുതുന്നത് ഒരു അപ്രധാനമായ കഥാപാത്രമാണ്. അപ്പോൾ അവരെപ്പറ്റി എഴുതുന്ന സമയത്ത് അവർ കറുത്തിട്ട് പല്ല് പൊന്തിയ ഒരു സ്ത്രീയായിട്ടാണ് എഴുതിയത്. പക്ഷെ അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ഇൻബോക്സിലേക്ക് വന്ന മെസ്സേജുകൾ, അവർക്ക് വന്ന ഫോൺ കോളുകൾ, എന്താ ദുർമന്ത്രവാദിനി കറുത്തിട്ടാണോ, പല്ല് പൊന്തിയിട്ടാണോ, അതല്ലാതെ ഒരു വെളുത്ത സ്ത്രീയെ എന്തുകൊണ്ട് നിങ്ങൾ ദുർമന്ത്രവാദിനെ ആക്കിയില്ല? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യരചന അല്ലെങ്കിൽ നമ്മളൊരു എഴുത്ത് ചെയ്യുന്ന ഒരു രചന നടത്തുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, നമ്മൾ കാണുന്ന മനുഷ്യർ, അതൊക്കെയാണ് നമ്മുടെ ഒരു എഴുത്തിലൂടെ പ്രതിഫലിക്കുന്നത്. ഇനിയിപ്പം വയലാറിൻ്റെ ഗാനങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ അന്നത്തെ സമൂഹം സിനിമ ആവശ്യപ്പെട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, പിന്നെ എന്തായാലും നമ്മളുടെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വരും. സത്യം പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിന്മേലെ കയറിയിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും തുറന്നു പറയാൻ, ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു വിഷയത്തിൽ സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവരെല്ലാവരും കൂടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് അഭിലാഷ് സൂചിപ്പിച്ച വോക്കിസത്തിൻ്റെ കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ വിവിധ ഫെമിനിസ്റ്റ് ധാരകൾ, ലിബറൽ ഫെമിനിസം, ഇക്വിറ്റി ഫെമിനിസം, അതുപോലെ ജെൻഡർ ഫെമിനിസം, അതുപോലെ വിവിധ ഇൻ്റർസെക്ഷൻ ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ അഭിലാഷ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്വതന്ത്ര ചിന്തകരായ സ്ത്രീകളുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പം ഫെമിനിസം പോലെ മതേതരത്വം പോലെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകരായ സ്ത്രീകളെന്ന് പറയുമ്പോൾ തന്നെ അവരെ പല കമൻറ്റുകളൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ്. സ്വതന്ത്രം എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള കമൻറ്റുകളാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ സ്വതന്ത്ര ചിന്ത എന്നത് ഒരു സമീപന രീതിയാണ്. അതിന് നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ, അതേപോലെ അതോറിറ്റി, ഡോഗ്മ, റെവലേഷൻ, ഇത്തരം ഇതിനൊക്കെ അതീതമായിട്ട് നമ്മൾ സ്വതന്ത്രമായ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻവിധികളില്ലാതെ ഒരു കാര്യത്തെ സമീപിച്ച് നമ്മുടെ യുക്തിയാധിഷ്ഠിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുന്ന ഒരു സമീപന രീതിയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അത് തീർച്ചയായും ശാസ്ത്രാവബോധത്തിൽ ഊന്നിയതായിരിക്കും, അതോടൊപ്പം തന്നെ ആധുനിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താ സമീപനം പുലർത്തുന്ന സ്ത്രീകൾ എന്ന രീതിയിൽ നിങ്ങളോട് രണ്ടുപേരോടെയും എനിക്ക് കോമൺ ആയിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ നിങ്ങളുടെ ഈ തൊഴിലിടങ്ങളിലോ സ്വതന്ത്ര ചിന്തകരായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള
പരിഗണനകളോ അവഗണനകളോ ലഭിച്ചിട്ടുണ്ടോ? അതിപ്പോൾ നമ്മുടെ കാര്യമൊന്നുമല്ല, ഞാൻ പൊതുവായിട്ട് പറയാം. ഇപ്പോൾ എനിക്ക് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ അവർക്ക് കുട്ടിയുണ്ടായി, സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ജാതി മതം അങ്ങനെ ഒരു കോളമുണ്ട്. ആ കോളത്തിൽ നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്, നമുക്ക് ജാതിയും മതവും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കമ്പൽ ചെയ്യുവാണ്, അവിടെ നിർബന്ധിതരാകുവാണ് ചെയ്യുന്നത് ഇവർ. അതായത് പിന്നെ എഴുതണം, ജാതിയും മതം എഴുതണം. ആദ്യത്തെ ഇവരുടെ ഒരു അടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും വേണ്ടേ അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ വേണ്ട, നമുക്ക് നമ്മുടെ കുട്ടി പഠിച്ചാൽ മതി, നമുക്ക് ജാതിയും മതത്തിൻ്റെ കോളത്തിൽ നമ്മളൊന്നും എഴുതുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ രക്ഷകർത്താവും ഈ കുട്ടിയുമൊക്കെ നോട്ടപ്പുള്ളിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവേശനോത്സവ മാമാങ്കം, പ്രവേശനോത്സവത്തിന് കയറി ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതായത് നമ്മൾ ഇപ്പം സ്വതന്ത്ര ചിന്തകരാണ്, നമ്മൾ നമ്മുടെ കുട്ടികളെ ജാതിയില്ല മതമില്ല അല്ല ദൈവമില്ല ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് കൊണ്ടു ചെല്ലുമ്പം ആരതി ഒഴിഞ്ഞ് തിലകക്കുറിയൊക്കെ ചാർത്തി മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലായിരുന്നു. പിന്നെ അതുകൂടാതെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈശ്വര പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി നിന്നേ പറ്റൂ. നിന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഫാദർ KYSൽ ഉണ്ടായിരുന്ന ആളാണ്, പ്രവർത്തകനായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് അസംബ്ലീസിൽ എന്തായാലും എണീറ്റ് നിൽക്കുവാണ്, കൈകൂപ്പാറില്ല. എന്നോട് ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് കൈകൂപ്പിൽ? അഞ്ജലിക്ക് അഹങ്കാരമാണ്. ആ രീതിയിൽ നമുക്ക് അന്നേ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെയും നമ്മുടെ കുട്ടികൾ നോട്ടപ്പുള്ളികളാവുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഒരുപാട് പിന്നോട്ട് വലിക്കുന്ന, നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെയുള്ള കാര്യം, പണ്ടൊന്നും ഇല്ലാതിരുന്ന ഇപ്പോൾ കുറേ ഗുരുപൂജ, മാതൃപൂജ, അതായത് ഗുരുക്കന്മാർ, ഇതെന്താ ഗുരുകുല സമ്പ്രദായമോ, വിളിച്ചിരുത്തിയിട്ട് കാലൊക്കെ കഴുകിച്ച് പൂവൊക്കെ ഇട്ട് പൂജിച്ച്, എന്തോന്നിത്? അത് ഏതാണ്ട് ഒരുപാട് നാളുകൾക്ക് പിന്നിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ, അതായത് മതം ഇങ്ങനെ സ്പൂണിൽ കോരി കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കുണ്ട്. പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ടുണ്ടായ ഒരു അനുഭവം പറയാം. ഞാനൊരു സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, എറണാകുളത്തുള്ള സ്കൂളാണ്. അവിടെ തിയേറ്റർ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു നിശ്ചിത ഇടവേളകളിൽ കുട്ടികൾ ഓം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ശ്ലോകങ്ങൾ, ആ സമയത്ത് കുട്ടികൾ ലൈബ്രറിയിലോ പ്ലേ ഗ്രൗണ്ടിലോ എവിടെയാണെങ്കിലും കുട്ടികൾ അനങ്ങാതെ നിന്ന് ആ ശ്ലോകം ചൊല്ലണം. അതൊരു എറണാകുളത്ത് ഏലൂരുള്ള ഒരു സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ ഡ്രാമ പഠിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ, കോമ്പറ്റീഷന് പഠിപ്പിക്കാനായിട്ട് ചെന്നു. നമ്മൾ സാറാ ജോസഫിൻ്റെ മുടിത്തെയ്യം ഉറയുന്നു എന്ന് പറഞ്ഞൊരു അതാണ് നമ്മൾ പ്ലേ ചെയ്തത്. അപ്പോൾ അത് അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് നമ്മൾ ആ ഒരു പ്ലേ ചെയ്തത്. അങ്ങനെ ചെയ്ത സമയത്ത് പിന്നെ നമ്മൾ അത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് മതം വിട്ട സ്ത്രീകളായി. അതായത് ഈ പ്ലേയുടെ അവസാനം പർദ്ദ ഉപേക്ഷിക്കുന്നു, കൊന്ത കളയുന്നു, കുരിശ് അത് കളയുന്നു, നെറ്റിയിലെ സിന്ദൂരവും മാലയും അതായത് താലിമാലയൊക്കെ കളഞ്ഞ് സ്വതന്ത്രരാകുന്നു. അതായത് മതം വിട്ട് പുറത്തു വരുന്ന സ്ത്രീകൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് പിറ്റേ ദിവസമാണ്, ഡിസ്ട്രിക്റ്റിലേക്ക് പോകാനുള്ള കോമ്പറ്റീഷനാണ്. നമ്മൾ ഫൈനൽ റിഹേഴ്സൽ കാണാനായിട്ട് അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് നിങ്ങൾ ഇതിൻ്റെ ക്ലൈമാക്സ് മാറ്റിയേ പറ്റൂ, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ല, ഞങ്ങളുടെ അത് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ അവസാനം ഈ കുട്ടികളുടെ പേരൻസിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും പിറ്റേ ദിവസം കോമ്പറ്റീഷൻ ആയതുകൊണ്ടും കോമ്പറ്റീഷനിൽ ഇവർക്ക് ഫസ്റ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളതൊക്കെ കൊണ്ട് മാത്രം അവരതിന് നിർബന്ധിതരാവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം സ്കൂളിൽ ഒക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പം തൊഴിലിടങ്ങളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും വളരെ ഒരു മൈനറായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ അവിശ്വാസിയായിട്ട്. അവിടെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫാമിലൊക്കെയാണ്, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അവിടെ ഒരു ഗണപതിയുടെയോ കൃഷ്ണൻ്റെയോ ഒരു കുഞ്ഞു ഫോട്ടോ വയ്ക്കും, എൻ്റെ അഞ്ജലി അവിടെ ചെന്നിട്ട് തിരി കൊളുത്തേണ്ട ഒരവസ്ഥയാണ്, ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇതിനെയൊക്കെ എതിർക്കുന്നവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവർക്ക് അനുവദിച്ചു കൊടുക്കില്ല. അതായത് പിന്നെ നോട്ടപ്പുള്ളിയാണ്, പ്രശ്നക്കാരനാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു റീലിലൊരു സംഭവം കണ്ടു. അതായത് ഒരു കാമുകൻ കാമുകിയെ കാണാനായിട്ട് വന്നിട്ട് അവസാനം പിന്നെ ഞാനൊരു എത്തിസ്റ്റാന്ന് പറയുമ്പോൾ ഇവൾ എത്തിസ്റ്റോ എന്ന് പറഞ്ഞ ഒറ്റ ബോധം കിട്ട് വീഴുന്നൊരു സംഭവം. അപ്പോൾ അത് ആ രീതിയിൽ മോശമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിവിലേജ്, എന്ത് പ്രിവിലേജ്, എല്ലാവരും കൂടെ നമുക്കൊരു ബുദ്ധിജീവി പട്ടം, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അവസരങ്ങളൊക്കെ നിഷേധിക്കും, ബുദ്ധിജീവി പട്ടം തരും. പിന്നെ ഒരു പരിധി വിട്ട മണ്ടത്തരങ്ങളൊന്നും ആരും നമ്മുടെ അടുത്ത് വന്ന് എഴുന്നള്ളിക്കാനായിട്ട് നിൽക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കരിയറൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്വതന്ത്ര ചിന്തകയാണ്, നമ്മൾ ആരുടെയും കീഴിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം എനിക്ക് ഇന്ന കോഴ്സ് പഠിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ അത്രയൊക്കെ എനിക്ക് പ്രിവിലേജായിട്ട് തോന്നുന്നുള്ളൂ. ഇനി
ഇപ്പം അഞ്ജലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിപ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. പെൺകുട്ടികൾക്ക് കുറച്ചെങ്കിലും കൂടുതൽ ആൺകുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ രണ്ട് കൂട്ടർക്കും സ്വതന്ത്ര ചിന്തകർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ സൊസൈറ്റി ചാർത്തി കൊടുക്കുന്ന ഒരു പട്ടം എന്ന് വെച്ചാൽ അവൻ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു കാലത്തും സൊസൈറ്റിയുടെ ഒരു നല്ല കുട്ടി ഇമേജ് അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഈ കോൺവെൻറ്റ് സ്കൂൾ പോലെയുള്ളിടത്താണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തകയായിട്ടുള്ള എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെയും അവിടെയുള്ള അതോറിറ്റീസിൻ്റെയും നോട്ടപ്പുള്ളി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബയോളജി ടീച്ചറിനോട് തിരിച്ച് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതേ ഉള്ളൂ. ആ ഒരു ഒറ്റ ചോദ്യത്തിൽ അവരെന്നെ അവിടെ ഇരുത്തി എന്നുള്ളതാണ്. ചെറിയ കുട്ടിയാണ്, തീർച്ചയായിട്ടും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കൂടാത്ത ഒരു സംഭവമാണ്. നിനക്ക് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നീ ഈ ചോദിച്ച കാര്യം നിൻ്റെ എക്സാമിന് ചോദിക്കുന്നതാണോ, എക്സാമിന് ചോദിക്കുന്ന മാത്രം അറിഞ്ഞാൽ പോരെ എന്നുള്ളൊരു രീതിയിലത്തെ പ്രതികരണമായിരുന്നു എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൂടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടെങ്കിൽ പലപ്പോഴും ഈ സ്കൂൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആ നിലപാട് നമുക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റാറില്ല. ഇപ്പോൾ പ്രേയറിൻ്റെ സമയത്ത് നമുക്ക് ഇരിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ അങ്ങനെ ഇരുന്നാൽ, ഇപ്പോൾ രാകേഷ് ഏട്ടൻ തന്നെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അത് കുറച്ചും കൂടി ഗവൺമെൻറ് സ്കൂൾ ആയത് കാരണം ആ ഒരു പ്രിവിലേജ് അവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന പ്രൈവറ്റ് സ്കൂൾസിലും കോൺവെൻറ്റ് സ്കൂൾസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും അങ്ങനെ സാധിക്കാറില്ല. ഈവൻ ഇഫ് അവർക്ക് ഇരിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ കൂടി അത് പറ്റാറില്ല. പക്ഷേ നമ്മൾ തൊഴിലിടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒരു അഭിപ്രായത്തിന് വില നൽകാറുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ പ്രേയറിൻ്റെ സമയത്ത് ഇരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ ചോദ്യം ചെയ്യാൻ ആരും വരാറില്ല. കാരണം അത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പലപ്പോഴും ഒരു വിദ്യാർത്ഥി എന്നതിലുപരി ഒരു തൊഴിലിടത്തേക്ക് വരുമ്പോൾ മാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് സ്വതന്ത്ര ചിന്തകയായ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പലരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി പ്രിവിലേജുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പേഴ്സണലി ഒരു സ്വതന്ത്ര ചിന്തകയായ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ ധാരാളം പ്രിവിലേജ് ഇന്നുവരെ അനുഭവിച്ചിട്ടുണ്ട്. പ്രിവിലേജ് ഇൻ ദ സെൻസ്, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റു പല കുട്ടികളും എക്സാമിൻ്റെ സമയത്ത് പേനയും പൂജിച്ച് വഴിപാട് നടത്തി അമ്പലത്തിൽ കയറി ഇറങ്ങി സമയം കളയുമ്പോൾ ഉള്ള സമയത്ത് അറിയുന്ന പഠിച്ചു പോയി പരീക്ഷ എഴുതാനുള്ള ഒരു വലിയ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് പല ഫ്രണ്ട്സും കട്ടിലെ കിടക്കാതെ തറയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പ്രൗഡായിട്ട് കട്ടിലെ കിടന്ന് ഉറങ്ങാനുള്ള പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതവും എടുത്ത് ജോത്സ്യനെയും കണ്ട് നടന്ന് സമയം കളയുന്ന പെൺകുട്ടികളുള്ള ഈ ഒരു നാട്ടിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ പ്രിവിലേജ് എനിക്ക് ഇന്നുവരെ ലഭിച്ചിട്ടുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ചിന്തകയായ സ്ത്രീ എന്നുള്ള നിലയിൽ ചുറ്റുമുള്ള ലോകത്തെ ഒന്നും കൂടെ വിശാലമായ രീതിയിൽ കാണാനും ഒരു ശാസ്ത്രീയ അഭിവൃദ്ധിയോടെ നോക്കിക്കാണാനുമുള്ള ഒരു വലിയ പ്രിവിലേജാണ് ഇന്നുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, പ്രൗഡാണ്. രണ്ടുപേരും കോമൺ ആയിട്ട് പറഞ്ഞ വിഷയമാണ് ഈ ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം. അതിൽ പൊതുവിദ്യാലയങ്ങളിൽ KER പ്രകാരം ദേശീയ ഗാനത്തോടു കൂടിയാണ് സ്കൂളുകൾ അധ്യയനം ആരംഭിക്കേണ്ടത്. ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല. മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 28 ഈ സർക്കാർ സഹായമുള്ള ഒരു വിദ്യാലയങ്ങളിലും ഇത്തരം യാതൊരുവിധ മതാചാരങ്ങളും പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഫാസിസം പോലെ നടന്നു പോവുകയാണ്. ഞാനിതിനെതിരെ ഞാനൊക്കെ പഠിച്ച സ്കൂളിലായിരുന്നെങ്കിൽ രാവിലത്തെ ഈശ്വര പ്രാർത്ഥന കൂടാതെ ഓരോ അവറിനും മുന്നേ പ്രയറുണ്ട്, ഷോർട്ട് പ്രയർ, ഒരു മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്നത്. അതിലെല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റ് നിൽക്കണം, പ്രാർത്ഥിക്കണം. നമ്മളെങ്ങാനും പ്രാർത്ഥിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണെങ്കിൽ അതുവരെ നോട്ടീസ് ചെയ്ത് നമ്മളെ ക്രൂശിക്കുന്ന അധ്യാപകരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്നും അങ്ങനത്തെ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന സ്കൂളുകളുണ്ട്. ഇന്ന് തന്നെ അതേ രീതി തന്നെയാണ്. ഞാൻ ഈ സ്കൂളുകളിൽ ഈ പ്രാർത്ഥനാ സമയത്ത് ഇരിക്കാറാണ്. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞാൻ മുമ്പേ എവിടെയെങ്കിലും പോയി എഴുന്നേറ്റ് നിൽക്കും. കാരണം ഈ പ്രാർത്ഥനാ സമയത്ത് വന്ന് ഇരിക്കാൻ വേണ്ടി അതിന് മുമ്പേ എവിടെയെങ്കിലും പോയി എഴുന്നേറ്റ് നിൽക്കും. അതേപോലെ പൊതുപരിപാടികളിലാണെങ്കിലും ഏറ്റവും ഫ്രണ്ടിൽ പോയി സീറ്റ് ഇട്ടിരിക്കും. കഴിഞ്ഞ ജില്ലാ യൂത്ത് ഫെസ്റ്റിന് ഏറ്റവും ഫ്രണ്ടിൽ പോയി സീറ്റ് ഇട്ടിരിക്കും. കാരണം പ്രാർത്ഥന വരുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനേ പറ്റൂ. അല്ലാതെ നിയമപരമായിട്ടൊക്കെ പോയിട്ട് വലിയ ഫലമില്ല. കാരണം നിരന്തരം ഈ വിഷയത്തിൽ അധികാരികൾക്കും അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്താലും അതിങ്ങനെ കിടക്കുകയുള്ളൂ. അത് മൈൻഡ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ല. അതേസമയം മതത്തെ സംബന്ധിക്കുന്ന ഒരു ചെറിയ പരാതി കൊടുത്താൽ, ഇപ്പം തന്നെ ഈ NSSൻ്റെ ക്യാമ്പ്, വർഷങ്ങളായിട്ട് ഇവിടെ NSSൻ്റെ ക്യാമ്പ് ഡിസംബർ വെക്കേഷനിലെ 7 ദിവസം എല്ലാ സ്കൂളിലും സപ്തദിന ക്യാമ്പ് നടക്കും. അതിനിടയ്ക്ക് ക്രിസ്മസ് വരും. ഈ ക്യാമ്പിനുള്ളിൽ തന്നെയാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആ രീതിയിലാണ് പോകുന്നത്. ആരോ ഒരാൾ കഴിഞ്ഞ വർഷം ഒരു അധ്യാപകനാണെന്നാണ് ഞാൻ അറിഞ്ഞത്, ഒരു പരാതി കൊടുത്ത് ക്രിസ്മസിന് ക്യാമ്പ് നടത്തുന്നത് കുട്ടികളുടെ അത് അവകാശത്തെ ലംഘിക്കുന്നതിന് ആണ്. അതുകൊണ്ട് ഈ വർഷം മുതൽ ക്രിസ്മസിനൊന്നും ക്യാമ്പില്ല. സപ്തദിന ക്യാമ്പ്, ഇപ്പം 4 ദിന ക്യാമ്പ്, ഒരു ദിവസം ബ്രേക്ക്, അത് കഴിഞ്ഞ് 3 ദിന ക്യാമ്പ്, ആ രീതിയിലാണ് നടത്തുന്നത്. ഇടയ്ക്ക് ബ്രേക്കാണ്. അപ്പം മതപരമായൊരു വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പരാതി കൊടുത്താൽ
ഉടനെ അതങ്ങ് നടപ്പാക്കുകയും ചെയ്യും. എന്നാലും നിയമപ്രകാരം ഇവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടാലും അത് സർക്കാർ ചെയ്യത്തുമില്ല. അതാണ് നമ്മുടെ ഒരു വ്യവസ്ഥ. ഇനി നമുക്ക് ഇപ്പോൾ തൊഴിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ തൊഴിലിടങ്ങളിലെ പണ്ട് സ്ത്രീകളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ വേതനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു വിവേചനം ഉണ്ടായിരുന്നു. ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 2 വ്യത്യസ്ത കൂലികളായിരുന്നു സ്ത്രീക്കും പുരുഷനും പണ്ടിൽ ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? നമുക്കറിയാം. അത് പല സമരങ്ങളുടെയും അതേപോലെ പല ആക്ടിവിസത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് നേടിയെടുത്തത്. പക്ഷേ ഇന്ന് വീണ്ടും ചില മേഖലകളിൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം വേണമെന്ന രീതിയിലുള്ള ചില വാദങ്ങളെ നമ്മൾ എതിർത്തും പല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ സ്ത്രീ പുരുഷ വിവേചനമല്ല വേതനത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സിനിമാ ഫീൽഡുമായിട്ടൊക്കെ വന്നൊരു പ്രശ്നം വിവാദമല്ലോ. മോഹൻലാലിന് കിട്ടുന്ന വേതനവും പാർവതി തിരുവോത്തിന് കിട്ടുന്ന വേതനം എന്നൊക്കെ രീതിയിലുള്ള. അപ്പോൾ അത്തരം ഈ തുല്യ വേതനം ഒരു തുല്യ നീതിയുടെ ഭാഗമായിട്ടാണോ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്? ഒരേ ജോലി ചെയ്യുന്ന 2 പേർക്ക് ഒരേ വേതനം കൊടുക്കണമെന്നാണല്ലോ നമ്മൾ എന്താണ് വേതനം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ഉടമസ്ഥൻ, തൊഴിലുടമ തൊഴിലാളിയിൽ നിന്ന് അയാളുടെ സേവനം വാങ്ങുന്നു, അതിനുശേഷം കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നത് അയാൾ തന്നെയായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പാട്രിയാർക്കൽ മനോഭാവമാണ് ഉള്ളത്. അതിനനുസരിച്ചതിന് ശേഷം അദ്ദേഹം ആണുങ്ങൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം വഹിക്കേണ്ടി വരികയും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർ ഫ്രീ മാർക്കറ്റിൽ അവർ പുറത്തു പോവുകയാണ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി സിനിമയിലത്തെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ഈ മോഹൻലാലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് കൊടുക്കുന്ന ശമ്പളമല്ല പെണ്ണുങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വിറ്റ് ലാഭമുണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുന്ന ആൾ ഈ ആളെ വെച്ച് പടം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപയ്ക്ക് ഇത്ര ലാഭം കിട്ടും, ആ ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പണം ചെയ്യുന്നത്. അപ്പോൾ നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഈ സമയം മറ്റൊരാൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ എൻ്റെ സമയം നിങ്ങൾക്ക് ഇത്ര സമയം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ഇത് വെച്ചിട്ട് ഇത്ര കോടി രൂപ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു പങ്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് തിയേറ്റർ നിറയ്ക്കാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സിനിമ കാണുന്ന സ്ത്രീകൾ നായികയാകുന്ന സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇടിച്ചു കയറുന്ന സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റ് വാല്യൂ അവർക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന നയൻതാരയെ പോലെയുള്ള ആളുകൾക്കൊക്കെ പല നടന്മാരെക്കാളും മികച്ച ശമ്പളമാണ് കിട്ടുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ നായികയെക്കാട്ടിലും ശമ്പളം കുറവായിരിക്കും പല സഹനടന്മാർക്കും. ചിലപ്പോൾ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കും, നമ്മൾ സഹനടൻ എന്നൊക്കെ വിളിക്കുന്ന ആയിരിക്കും ചിലപ്പോൾ സിനിമയിൽ ഉടനീളം ഉണ്ടാവുക. അവർ വാങ്ങിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് നായികയെക്കാട്ടിലും കുറച്ച് ശമ്പളമായിരിക്കും. അപ്പോൾ നിർമ്മാതാവ് ഓരോരുത്തരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിന് ഈ ലാഭം ആരാണ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരേ വേതനം, ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ വേതനം എന്ന് പറയുമ്പോൾ സിനിമയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അതാണ്. നമ്മളൊരു സിനിമയിൽ എത്രത്തോളം ഒരാൾ എഫർട്ട് ഇടുന്നു എന്ന് നോക്കണം, അവരുടെ ഡ്രാമാറ്റിക് എബിലിറ്റി നോക്കണം, അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ അവർ എത്ര എഫർട്ട് ഇടുന്നുണ്ടോ നോക്കണം. അതൊക്കെ നോക്കിയിട്ട് വേണം ശമ്പളം കൊടുക്കാൻ, അല്ലാതെ മാർക്കറ്റ് വാല്യൂ നോക്കി കൊടുക്കരുതെന്നുള്ളത്. അങ്ങനെ ഒരിക്കലും നമുക്ക് സിനിമയിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് സിനിമ നിർമ്മിക്കുന്നത് ഒരു നിർമ്മാതാവ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി അയാൾ കൊടുക്കുമ്പം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന അവസരങ്ങളും കൂടെ കുറയാണ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം കൊടുക്കണം എന്നൊരു നിയമം ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ പുരുഷനിൽ നിന്നാണ് അയാൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നതെങ്കിൽ അയാൾ എന്താ ചെയ്യുക? അത് കൂടുതൽ പുരുഷന്മാരെയാണ് അവിടെ വെക്കുക. അപ്പോൾ പലപ്പോഴും കുറഞ്ഞ ജോലിക്ക് സ്ത്രീകൾ ജോലി ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ ലാഭം ഉണ്ടാക്കലാണെന്നാണല്ലോ എപ്പോഴും പറയാറ്. ഈ മുതലാളിമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണല്ലോ. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരെന്താ ചെയ്യുക? ഏറ്റവും കുറഞ്ഞ ജോലിക്ക് വെക്കുന്നവരെയാണല്ലോ അവർ ജോലിക്ക് വെക്കുക. അപ്പോൾ കൂടുതൽ സ്ത്രീകളെയാണ് അവരവർ ജോലിക്ക് വെക്കേണ്ടത്. ഈ പാർവതിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ, പാർവതിയുടെ ലാസ്റ്റ് സിനിമ ഹിറ്റായ സിനിമ ഉള്ളൊഴുക്ക്, ആ ചിത്രത്തിൽ പാർവതി കിട്ടിയേക്കാളും വളരെ കുറഞ്ഞ പ്രതിഫലമായിരിക്കും ഒരു പക്ഷേ അതിലെ നായകന്മാർക്ക് കിട്ടിയത്, അല്ലേ? അതിലെ വാല്യൂ അനുസരിച്ചായിരിക്കും എൻ്റെ. അതെ, 2 സ്ത്രീകളെയും തന്നെ കമ്പയർ ചെയ്യാമല്ലോ. ഇപ്പം പാർവതിക്കും ഉർവശിക്കും കിട്ടിയ ശമ്പളം വേണമെങ്കിലും കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഈ വാല്യൂ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റീവാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ IPL ലേലത്തിലേക്ക് കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ താരത്തിന് ഇത്ര കോടി രൂപ കിട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയും. ചിലപ്പോൾ ആ സമയത്ത് ആ ലേലം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു പ്ലെയറിനെ ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു ടീമിന് ആവശ്യമുള്ളത് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ആവശ്യം.
അപ്പോൾ ആ വിളിക്കേണ്ട സമയത്ത് അവർക്ക് ഇത്ര പൈസയുണ്ട്, അപ്പോൾ ഈ സമയത്ത് വിളിച്ചില്ലെങ്കിൽ കിട്ടില്ലായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നും ഇയാൾക്ക് ഇത്ര വില കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ ആ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. മാർക്കറ്റിൻ്റെ അദൃശ്യ കരങ്ങൾ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് അയാൾക്ക് ആ പൈസ കറക്റ്റായിട്ട് വന്നു ചേർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സിനിമയിലും തുടർച്ചയായി വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആളെ കാണാനായിട്ട് ഇയാളെ കാണാനായിട്ട് എന്തായാലും ഇത്ര ആൾക്കാർ വരും. ഇപ്പോൾ സിനിമ മോശമാണെങ്കിൽ പോലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ടാണ് പല നടന്മാർക്കും വലിയ ശമ്പളം കിട്ടുന്നത് പരാജയപ്പെട്ടിട്ട് പോലും. അപ്പം ആ ഈ തുല്യവേതനം വേണമെന്നൊക്കെ പറയുന്നത് പല നടിമാർ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് തുല്യവേതനം വേണ്ട എന്നുള്ളതൊക്കെ. ഇപ്പം പറഞ്ഞ പോലെ ഈ വോക്കിസത്തിൻ്റെ ഒരു അംശമുള്ള ഒരു അതിനകത്തേക്ക് വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ തുല്യത അവിടെ വേണം, നിർബന്ധിതമായി തുല്യത വേണം. ആര് വഹിക്കുമെന്നുള്ളതാണ്, നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നാണ് ആ പൈസ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര വിപണിയിൽ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന മൂല്യം കൊണ്ടുവരുന്ന ആ മൂല്യത്തെ അടിസ്ഥാനമാക്കി വേണം വേതനം. അതിലിപ്പോൾ മതമോ ജാതിയോ രാഷ്ട്രീയമോ ലിംഗമോ അതൊന്നും തന്നെ അവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തി കൊണ്ടുവരുന്ന മൂല്യം മാത്രമാണ് പരിഗണിക്കേണ്ടത്. പിന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ ലിംഗപരമായിട്ടുള്ള വിവേചനം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രമാണ് എതിർക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മളിപ്പം തൊഴിലിനെ പറ്റി സംസാരിച്ചു, വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിച്ചു. ഇപ്പം വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ പൊതുബോധത്തിൻ്റെ അടുത്ത ചോദ്യം വിവാഹം അല്ലേ? അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രചിന്തരായ സ്ത്രീകൾ എന്ന രീതിയിൽ വിവാഹം എന്ന വ്യവസ്ഥയെ പറ്റിയുള്ള നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ റോളുകൾ എന്തൊക്കെ ആയിരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം, പറയാമോ? ഇപ്പം കാലം ഇത്രയും പുരോഗമിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു വിഷയത്തിൽ മാത്രം വലിയ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് സ്ത്രീകൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനും ഒക്കെ ഉള്ള ഒരു വിലങ്ങുതടിയായിട്ടാണ് വിവാഹത്തെ കാണുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കാണുന്നുണ്ട്. ഓരോ ചാനലുമായിട്ട് ഓരോ മൈക്കുമായിട്ട് ഓരോരുത്തർ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി എന്താണ് നിങ്ങളുടെ സങ്കല്പം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ പാർട്ട്ണറുടെ എന്തൊക്കെ രീതിയിലുള്ള രൂപലാവണ്യം ഉണ്ടാവും, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, ഞാൻ ഒരാളെ വിവാഹം കഴിച്ച് ഒരു അടിമപ്പെട്ട് താമസിക്കാനായിട്ട് അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് ഒരു ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അത് 99% സ്ത്രീകളാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. പക്ഷേ ഇവൾ പറയുന്നത് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ പാർട്ട്ണറിൻ്റെ ഈ ഡോക്ടറിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കണം, വീട്ടിലെ ജോലി ഞാൻ ചെയ്യണം, ഇവൻ വന്നു കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ കളിക്കാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് പോകും. അപ്പോൾ അതായത് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാര്യം ഈ ഒരു കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്പീച്ച്, അതായത് എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് സബോൾസ്കിയുടെ ഒരു സ്പീച്ചിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ ഇൻസ്റ്റാ റീൽസായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടാണ്. അതായത് അതിൽ പറയുന്നത് വിവാഹിതരായ പുരുഷന്മാർക്ക് അവിവാഹിതരായ പുരുഷന്മാരെക്കാളും ഡിപ്രഷനുള്ള സാധ്യത കുറവാണെന്നും അതേസമയം വിവാഹിതരായ സ്ത്രീകൾക്ക് അവിവാഹിതരായ സ്ത്രീകളെക്കാളും ഡിപ്രഷനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിലെ പഠനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾ എപ്പോഴും വിവാഹം എന്ന് പറയുന്നത് അവർക്ക് എന്താ പറഞ്ഞ അവർ കയ്യിലുള്ള പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. കുട്ടികൾ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുവാണ്, എനിക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ഓക്കെ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഈ പ്രിവിലേജിനെ പറ്റിയും കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇവിടെ സ്ത്രീകളുടെ പ്രിവിലേജ് ഒന്നും ഇപ്പം വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. പലപ്പോഴും ഈ വിവാഹം ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇന്നത്തെ ഒരു മെയിൻ സ്ട്രീം വിവാഹ സങ്കല്പം തന്നെയാണ്. ഇന്നത്തെ ഒരു മെയിൻ സ്ട്രീം വിവാഹ സങ്കല്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അടിമുടി സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഇപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് സ്വന്തം പാർട്ട്ണറിനെ കണ്ടെത്താൻ പോലുള്ള ഒരു പൂർണ്ണ റൈറ്റ് നമ്മുടെ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ പോലും പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമുക്ക് ഓർത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള നല്ല ജോലിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് പേരൻസ് ആയിരിക്കും പലപ്പോഴും കല്യാണം ആലോചിക്കുന്നത്. ഈവൻ ഇഫ് മാട്രിമോണിയൽ സൈറ്റിൽ പേര് കൊടുക്കുന്നത് പോലും പേരൻസ് ആയിരിക്കാം, പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് പോലും പേരൻസ് ആയിരിക്കാം. എന്നിട്ട് പലപ്പോഴും ആ ഒരു വിവാഹ പങ്കാളിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കാം? അവരുടെ ജാതി, മതം, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ഇതൊന്നും കൂടാതെ എവിടെയോ ഇരിക്കുന്ന ജോത്സ്യൻ പറയുന്നത് കേട്ട് ഒരു തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിക്ക് ആ വിവാഹത്തിന് മേലുള്ള അഭിപ്രായത്തെക്കാൾ കൂടുതലാണ് ഒരു പക്ഷേ ആ ഒരു ജോത്സ്യൻ പറയുന്ന അഭിപ്രായം. പേരൻസ് അങ്ങനെയാണ് പലപ്പോഴും കണക്കിലെടുക്കാറ്. പെൺകുട്ടിയുടെ വാക്കിനേക്കാൾ വില കൊടുക്കുന്നത് ജോത്സ്യൻ്റെ വാക്കിനായിരിക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് പലപ്പോഴും ഈ പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ ഒരു ഭാഷാപ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിൽ പെൺകുട്ടിയെ കെട്ടിച്ച് വിടുകയാണ്. അങ്ങോട്ട് പൈസയും സ്വർണവും കാറും ഒക്കെ കൊടുത്ത് അങ്ങോട്ടങ്ങ് കെട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടിച്ച് വിട്ട് ഇപ്പോഴത്തെ ഒരു ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്ന ഒരു കാര്യമാണ് പെട്രിലീനിയൽ വിരിലോക്കാലിറ്റി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന അവസ്ഥ. ഇങ്ങനത്തെ ഈ പറയുന്ന എല്ലാ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുക? ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സൊസൈറ്റി പലപ്പോഴും ഈ വിവാഹം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇത്ര വയസ്സിൽ വിവാഹം കഴിക്കണം. പലപ്പോഴും ഒരു 23-24 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ സ്വതന്ത്രമായിട്ട് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കല്യാണം നോക്കുന്നില്ലേ, കല്യാണമൊന്നും ആയില്ലേ, ജോത്സ്യനെ കണ്ടില്ലേ, ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ പല ഫ്രണ്ട്സും ഇപ്പോൾ 30 ആയിട്ട് പോലും വിവാഹിതരാകാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ഇവർക്ക് പലപ്പോഴും പബ്ലിക് ഗ്യാതറിങ്ങിൽ പോകാൻ പറ്റുന്നില്ല ഈ ആളുകളുടെ ചോദ്യം കാരണം. അപ്പോൾ പൊതുവേ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ വിവാഹമാണ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്നും നല്ലൊരു വിവാഹബന്ധം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുമാണ്. ഇന്നും ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം, പെൺകുട്ടികളും പലപ്പോഴും ഇത് ഓക്കെ ആയിട്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. സ്വതന്ത്രമായിട്ടൊരു നിലപാടെടുക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുസമൂഹം പറയുന്നത് അംഗീകരിച്ച് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇന്നേവേ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ആളുകൾക്കുള്ള താല്പര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി വിവാഹം കഴിക്കണമെന്ന് രണ്ട് വ്യക്തികൾക്ക് തോന്നുവാണ്, അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട്, അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ ഏതൊരു പ്രായമായിക്കോട്ടെ ആ ഒരു പ്രായത്തിൽ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഒരുമിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാം, അതല്ല ഇനി നിയമം അനുശാസിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഒപ്പുകളുടെ മാത്രം ആവശ്യം മതി അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട്. അല്ലാതെ ഈ പറഞ്ഞ യാതൊരു കോപ്രായത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. വിവാഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻ്റെ ഒരു ഡാമേജ് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഇത് കുടുംബം, അതെ, ഇതൊരു സിവിൽ നിയമമാണ്. അപ്പോൾ സിവിൽ നിയമങ്ങളെ പറ്റി സംസാരിക്കുമ്പം മറ്റ് പല സിവിൽ നിയമങ്ങളും നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ട്. പലപ്പോഴും ഈ പല സിവിൽ നിയമങ്ങളും സ്ത്രീകൾക്ക് പ്രതികൂലമായിട്ടാണ്. ഈ ചില വ്യക്തിഗത നിയമങ്ങൾ, ഈ പുരുഷൻ്റെ സ്വത്തിൻ്റെ പകുതിയെ സ്ത്രീകൾക്ക് അവകാശമുള്ളൂ, അതേപോലെ പിതാവ് മരണപ്പെട്ട മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അനാഥയായിട്ട് കണക്കാക്കുന്ന രീതികൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഈ സിവിൽ നിയമങ്ങളിൽ തന്നെ വലിയൊരു വിവേചനം പൊതുവേ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സ്ത്രീകളുമാണ്. അഭിലാഷം അങ്ങ് തോന്നാറില്ല സ്വതന്ത്രം എന്ന രീതിയിൽ ഇതിനോടുള്ളൊരു അഭിപ്രായം എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം, ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ പറഞ്ഞതിനോട്, അതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. നമ്മളിപ്പോഴും ഈ കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നൊരു സംഭവമാണ്, ഇപ്പം വിവാഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒരു വിവാഹിതനായ പുരുഷൻ എന്ന പ്രിവിലേജിൽ അല്ലെങ്കിൽ അതിൻ്റെ അഹങ്കാരത്തോടെ പറയാമെന്ന് കരുതരുത്. ഞാൻ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് മനസ്സിലായ കാര്യം, നമ്മൾ ഈ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് പ്രത്യേകതരം അവരുടേതായിട്ടുള്ള വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ബയോളജിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് എൻറ്റിറ്റിയാണ്. അപ്പോൾ അവരൊരുമിച്ച് നമ്മൾ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഏതോ ഒരു ഇടത്ത് യൂണിവേഴ്സലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വിവാഹമുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമുള്ളതല്ലോ. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലോ മാത്രമുള്ള കാര്യമല്ല, ലോകത്ത് എല്ലായിടത്തുള്ള ഒരു സംഭവമാണ് വിവാഹം. വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനീ പറഞ്ഞതുപോലെ ഈ രണ്ട് താല്പര്യമുള്ള രണ്ട് തരത്തിലുള്ള ശരീര പ്രത്യേകതകളും മാനസിക പ്രത്യേകതകളുള്ള രണ്ടുപേരും ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലത്തും വിവാഹത്തിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായങ്ങളിൽ എപ്പോഴും പറയുന്നത് സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വിവാഹം എന്ന് പറയുന്നത് പുരുഷനെയും ഒരുപാട് തരത്തിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ ശരിയാണ്, നമ്മളുടെ സമൂഹങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ വീട്ടിൽ സ്ത്രീ വന്ന് താമസിക്കണമെന്ന് പറയുന്നതും പിന്നെ നമ്മളുടെ മറ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ സദാചാര ബോധങ്ങളും എല്ലാ കാരണങ്ങളും കൊണ്ടും സ്ത്രീക്ക് പ്രശ്നങ്ങൾ കൂടുതലുണ്ടെങ്കിലും
കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നൊരു പ്രവണത, അത് പ്രത്യേകിച്ചും ഇൻ്റലക്ച്വൽ സൈഡിൽ നിന്ന് തന്നെ വരുന്നൊരു അക്കാഡമിക് സൈഡിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രവണതയാണ്. വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല, വിവാഹം മോശപ്പെട്ടൊരു കാര്യമാണെന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം നമ്മൾ കണ്ടുപിടിച്ചൊരു നല്ലൊരു ഇൻവെൻഷൻ തന്നെയായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാരണം അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുന്ന സൊല്യൂഷൻസിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് പല പ്രശ്നങ്ങളും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്ത്രീയും പുരുഷനെയും എന്നുള്ള രീതിയിൽ മാത്രമാണ് വിവാഹത്തെ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും ഈ പറയുന്ന വിവാഹത്തെ നമ്മൾ കുറ്റം പറയുമ്പോൾ അതിലൂടെ ഒരു കുട്ടി വളർന്ന് വലുതാകുന്നതിൽ അച്ഛനും അമ്മയും വഹിക്കുന്ന പങ്കിനെ പറ്റിയിട്ടൊന്നും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിൻ്റെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ വിവാഹത്തിന് ഇങ്ങനെ ഒരു എലമെൻ്റ് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. കുട്ടികളുടെ സ്റ്റാൻഡ് പോയിന്റിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ വിവാഹം ഞാൻ ഈ പറഞ്ഞത് വിവാഹത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല. ഞാൻ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ട്രെൻഡാണ്. ഇപ്പോൾ അഞ്ജലി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെല്ലാവരും ഒരിക്കലും അങ്ങനെയല്ല. പെൺകുട്ടികളെല്ലാവരും വിവാഹത്തിനെതിരെ സംസാരിക്കുന്നവരൊന്നുമല്ല. നമ്മൾ കേൾക്കുന്നത് കൂടുതലാണ്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അൽഗോരിതത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അത് കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കല്യാണം ഒന്നും നടക്കില്ലല്ലോ. സിവിൽ നിയമങ്ങളുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലെ പറഞ്ഞാണ് ലിബറൽ ഫെമിനിസത്തിൻ്റെ കാര്യം പോലെ നമ്മൾ പറഞ്ഞാണ് എല്ലാവർക്കും തുല്യ അവകാശ അധികാരങ്ങൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെ. സത്യത്തിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് ഈ മതത്തിൻ്റെ പേരിൽ ആളുകൾക്ക് ഓരോരുത്തർക്കും സിവിൽ നിയമങ്ങൾ ഉണ്ടാകുക പറയുന്നതും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കാര്യം പിന്നെ പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികളിൽ ജെൻഡർ നോക്കിയതിന് ശേഷം പെണ്ണാണെങ്കിൽ പകുതി സ്വത്തേ കൊടുക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഐഡിയ ആണ്. അത് നീ പകുതിയാണ്, ഒരു പുരുഷൻ്റെ പകുതിയാണ് എന്നുള്ളതാണ് ഒരാൾക്ക്. കാരണം ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളെന്ന് പറയുമ്പോൾ തുല്യമായി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് പകുതിയെ കൊടുക്കാൻ പാടുള്ളൂ. പകുതി കൊടുത്തില്ലെങ്കിൽ അത് മതവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, ദൈവകോപം ഉണ്ടാകുമെന്ന് കൂടെ പറയുമ്പോൾ അപ്പോൾ പല അച്ഛനമ്മമാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ കാണുന്നുണ്ട്. അത്യാവശ്യം സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ രണ്ടാമത് വിവാഹം കഴിക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഷുക്കൂർ വക്കീലൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും. എന്നിട്ട് അവർ UCCയെ എതിർക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു തമാശ. UCCക്കെതിരെ ഡിബേറ്റിനൊക്കെ വരികയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ തള്ളിവിടുക. അതായത് സ്വന്തം മക്കൾക്ക് ഒരു പെണ്ണായതിൻ്റെ പേരിൽ പകുതി സ്വത്തേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിവാഹം എന്നത് എന്തായാലും സൊസൈറ്റിയിൽ ഒരുപാട് കാലത്തായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വന്ന ഒരു മികച്ച ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിലവിലുള്ളതിൽ ആ രീതിയിൽ അതിന് തീർച്ചയായും അപാകതകളുണ്ട്. തീർച്ചയായും അതിൽ കൂടുതലും സ്ത്രീകൾ വ്യക്തിമാവുന്നതിൻ്റെ ഒരു കാരണം കാലങ്ങളായിട്ട് ഒരു പുരുഷാധിപത്യ സ്വഭാവം നമ്മുടെ സമൂഹത്തിനുണ്ടല്ലോ. അതാണ് തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഈ ഒരു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ പലപ്പോഴും സ്ത്രീകൾക്ക് സഹായകരമായ നിയമങ്ങളും സർക്കാരുകൾ കൊണ്ടുവരാറുണ്ട്. സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന് പറയും. അത്തരത്തിലുള്ള ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് എത്രമാത്രം സഹായിക്കുന്നുണ്ട്? സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ പോലെ, കാര്യം ഇപ്പോഴും സ്ത്രീകളെ എല്ലാ രീതിയിലും മുഖ്യധാരയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾ ഒരുപാട് അടിത്തട്ടിൽ കിടന്നിരുന്ന ആളുകളാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായകമായ ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം പറയുന്നത് സ്ത്രീധന നിരോധന നിയമത്തെ പറ്റി തന്നെ പറയാം. കാര്യം ഒരു പരിധിവരെ ഇപ്പോഴും ഇല്ലെന്നല്ല, ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത ദിവസവും അങ്ങനെ ഒരു ന്യൂസ് കണ്ടു. ഒരു പരിധിവരെ സ്ത്രീധനം മൂലമുള്ള കൊലപാതകങ്ങളും അതുപോലെ ആത്മഹത്യകളും പീഡനങ്ങളും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു നിയമത്തിന് സാധ്യമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, പക്ഷേ ഇതിനൊരു ഇതിനൊരു അവസാനം വേണമെങ്കിൽ സാമൂഹ്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു തിന്മ നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റ് നിയമങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അനുമതിയില്ലാതെയുള്ള തൊടലും തലോടലും, അതിനൊക്കെ എതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്. പിന്നെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് സെക്ഷൽ ഫേവർ ചോദിക്കുക, അതുപോലെ അങ്ങനെയുള്ള ഹരാസ്മെൻറ്റുകളുണ്ട്. അതുപോലെ റൂമർ പറഞ്ഞുണ്ടാക്കുക, ഒരു സ്ത്രീയെ പറ്റി അപവാദ പ്രചരണം നടത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ എതിരെ ഇപ്പോൾ അതിനെതിരെ വന്ന ഒരു ആക്ട്, പോഷ് ആക്ട് 2013 ആ ആക്ട് വന്നത്. 2013-14 മറ്റാണ് ആ ആക്ട് വന്നത്. പിന്നെ ഈ ശൈശവ വിവാഹ നിരോധന നിയമം, അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, പോക്സോ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ടെന്നും
അതൊക്കെ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പിന്നെ ഈ നിയമങ്ങളെന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഒന്നും കാണേണ്ടതില്ല. നിയമം എപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഒരുപാട് മിസ്യൂസ് ഉണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ ബുധനാഴ്ച വന്നൊരു വാർത്ത തന്നെ, ബാംഗ്ലൂർ ഒരു സോഫ്റ്റ്വെയർ ടെക്കി, ഒരു 37 വയസ്സേ ഉള്ളൂ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് ഈ ഇതുപോലെ വിഷയം 498 ഒരു ദുരുപയോഗമാണ്. 3,30,00,000 രൂപ ജീവനാംശമായിട്ട് ഡിമാൻഡ് ചെയ്ത് വൈഫ്. അതിൽ തുടർന്ന് അദ്ദേഹം ഒരു സൂയിസൈഡ് കുറിപ്പൊക്കെ എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു 19 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുപോലെ ഈ കഴിഞ്ഞ ലിറ്റ്മസ് മാസത്തിൽ, അതായത് ഒക്ടോബറിൽ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായി. ഈ ഇത്തരം കേസുകളിലൊക്കെ പോലീസ് വളരെ ജാഗ്രത കാണിക്കണം, ഒരുപാട് മിസ്യൂസ് ഈ കേസുകൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ അല്ലേ? അങ്ങനെയും ഒരു വിഷയം ഇതിലുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് വിഷമം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നീതി കിട്ടേണ്ടവർക്ക്, കാരണം ഇത് ജെന്യുവിനായിട്ടുള്ള കേസുണ്ട്, അവരുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും ഭയങ്കര, അതായത് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുണ്ട്. അതായത് നമുക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണമോ എന്തെങ്കിലും നേരിടുവാണെങ്കിൽ ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ ആ ഒരു ആനുകൂല്യം അത് ഫേക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് എൻ്റെ കൺമുന്നിൽ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് അതിന് ഓക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ അങ്ങേയറ്റം ആവശ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ മാധ്യമത്തിന് മുന്നിൽ വരുന്നത് പോലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ധാരാളം കേസ് ആ രീതിയിൽ വരുന്നതും ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ നിയമങ്ങൾ ധാരാളം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യം പറഞ്ഞു, ആർട്ടിക്കിൾ 498A ഓഫ് IPC ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമായി എന്ന പേരിൽ ഒരു പെൺകുട്ടി കേസ് കൊടുത്താൽ ആ കേസ് നോൺ ബെയിലബിൾ ആണ്, കോഗ്നിസബിൾ ആണ്, അതുപോലെ നോൺ കോമ്പൗണ്ടബിൾ ആണ്. അതായത് ജാമ്യം കിട്ടില്ല, വാറണ്ടില്ലാത്ത അറസ്റ്റാണ്, അതുപോലെ തന്നെ കോർട്ടിന് പുറത്ത് വെച്ചൊരു സെറ്റിൽമെൻറ്റും സാധ്യമല്ല. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മെയ്യിലാണെന്ന് തോന്നുന്നു, ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിൽ വരുന്ന കേസുകൾ മെജോറിറ്റിയും ഫേക്കാണ് എന്നുള്ളൊരു രീതിയിൽ. തീർച്ചയായിട്ടും മതിയായ തെളിവുകളില്ലാതെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്തരം 498A ഒക്കെ ചേർത്ത് ധാരാളം കേസുകൾ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഈ അക്യൂസ്ഡിനെ എഫക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം തന്നെ ശരിയായ വിക്ടിംസിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജെനുവിനായിട്ടുള്ള ഒരു കേസ് പോലും പലപ്പോഴും നമ്മൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വന്നു, അതിൽ 498Aയിൽ സെക്ഷൻ 68 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 86 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രീ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് മാത്രമേ ഇത്തരം കേസ് ഫയൽ ചെയ്യാവൂ എന്നുള്ളതാണ്. ഇതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ധാരാളം കേസുകൾ ഇങ്ങനെ ഫേക്കായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫേക്കായിട്ട് കേസുകൾ വരുമ്പോൾ യഥാർത്ഥ വിക്ടിംസ് ആണ് അവിടെ സഫർ ചെയ്യുന്നത്. പലപ്പോഴും അവർക്ക് നീതി കിട്ടുന്നില്ല. അവരുടെ നേരെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് സമൂഹം മുന്നോട്ട് വെക്കാറുള്ളത്. ഇതിനോട് ചേർത്ത് സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനോട് ചേർത്ത് 1-2 കാര്യങ്ങൾ കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഒരു സമയത്ത് വല്ലാണ്ട് ചർച്ചയായ ഒരു കാര്യമാണ്. ആ ഒരു സിനിമാ മേഖലയിൽ ഒരുപാട് ക്രൈമിനെതിരെ ആളുകൾ ശബ്ദമുയർത്തുകയുണ്ടായി. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ഫേക്ക് കേസ് വന്നപ്പോൾ നമ്മുടെ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെതിരെ ഒരു ഫേക്ക് കേസ് വരെ ഉണ്ടായി. ആ ഒരു ഫേക്ക് കേസിൻ്റെ പേരിൽ അത്രയും വന്ന കേസുകളുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടത്. വീണ്ടും പറയാനുള്ളത്, ഇപ്പം ഒരു ടെക്കിയുടെ കാര്യം പറഞ്ഞു, ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ ഈ 498Aയുടെ ദുരുപയോഗമാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അലിമണിയും അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും, അയാളും അയാളുടെ ഭാര്യയും IT എംപ്ലോയീസ് ആണ്. രണ്ടുപേരും ഏറെക്കുറെ സെയിം ആയിട്ട് സാലറി വാങ്ങുന്ന ആളുകളാണ്. പക്ഷേ അയാൾക്ക് അലിമണിയായിട്ട് ജീവനാംശമായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ഏതാണ്ട് 40,000 രൂപയോളമാണ് ഒരു മാസം. സോ ഇങ്ങനത്തെ കേസിൽ അലിമണി സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഷീൽഡായിട്ട് വന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് രണ്ടുപേരും ഈക്വലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ ജീവനാംശം ചോദിക്കുക, അതും ഭീമമായ തുക ജീവനാംശം ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതെ അതെ, ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ പോലെ തന്നെ നമുക്ക് ഈ ഓരോ വിഭവങ്ങളുടെ കാര്യത്തിൽ ജനസംഖ്യാനുപാതികമായിട്ട് സ്ത്രീകൾക്ക് സംവരണം നൽകണമെന്നൊക്കെയുള്ള ആവശ്യമുണ്ടല്ലോ. ഈ ഒരു നിലപാടിനോട് എങ്ങനെയാണ് അഭിലാഷിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഇതിൽ നിന്ന് അതിലേക്ക് വരാം. അതിനകത്ത് ഇപ്പം
നമ്മളൊരു നിയമം സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ ദുരുപയോഗം ഒരുപാട് കൂടുതലാണ് എങ്കിൽ ആ നിയമം സൃഷ്ടിച്ച വഴി നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പുനഃപരിശോധന ഇനി സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവർ ആദ്യം സംസാരിച്ചപ്പോൾ തുടങ്ങിയ കെയറിങ് ഏട്ടായെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആങ്ങളമാരെ ആവശ്യമുണ്ടോ, സ്ത്രീക്ക് സംരക്ഷിക്കുന്ന ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ ആദ്യം ചോദിച്ചത്. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംരക്ഷണം ആവശ്യമില്ല എന്നാണ് സ്ത്രീകൾ പറയുന്നത്. എങ്കിലും നമുക്കറിയാം ഈ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസിൻ്റെയൊക്കെ കേസിൽ ഇന്ത്യയിൽ അത് ഒരുപാട് നടക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതൊരു വ്യക്തിഗതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കേസ് ബൈ കേസ് നോക്കുന്നതിന് പകരം സ്ത്രീകൾക്ക് പ്രത്യേക അധികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം ഒന്ന്, ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ഈ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുകയും യഥാർത്ഥ കേസുകൾ പരിഗണിക്കാതെ പോകുകയും. അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പക്ഷത്തേക്കാണ് നിയമം കൂടുതലുള്ളതെന്ന് ആണുങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേസുകളുടെ എണ്ണം കൂടുന്തോറും സ്ത്രീകൾക്ക് ഒരുപാട് അധികാരങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തരത്തിൽ ആണുങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു ജെൻഡർ വാർ പോലെ ഉള്ള രീതിയിലേക്ക് സമൂഹം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇപ്പോൾ തന്നെ മെനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അവരുടെ പല ക്ലെയിംസും വളരെ അപകാശകരമാണെങ്കിൽ കൂടിയും അവിടത്തേക്ക് ആളുകൾ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവിടത്തേക്ക് നീങ്ങുന്നുണ്ട്. കാരണം എന്താണ്, ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഈ പറഞ്ഞ നിവിൻ പോളിയുടെ കേസ് പോലുള്ള കേസുകൾ വരുമ്പോൾ ഒരാളെ പെടുത്താൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളും സംഘടിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഇതിനെതിരെ പോരാടേണ്ടതുണ്ടെന്ന് വരുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല അവകാശങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കേസ് ഈ പറഞ്ഞ പോലെ നീതിയുടെ പേരിലായിരിക്കണം ഓരോ കേസും പരിഗണിക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് റിസർവേഷൻ്റെ കാര്യത്തിലേക്കും വരുന്നത്. നമ്മൾ ജനസംഖ്യാനുപാതകം നോക്കിയതിന് ശേഷം ഒരു സ്ഥലത്ത് സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ റിസർവേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വരാത്തത്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ വുമൺ ആൻഡ് ഫ്രീ തിങ്കിങ് എന്ന പേരിലൊരു പാനൽ ഡിസ്കഷൻ നടത്തുമ്പോൾ ഈ കാണാൻ വന്നിരിക്കുന്നവരിൽ എത്ര ശതമാനം സ്ത്രീകളുണ്ട്? നമ്മൾ സ്ത്രീകൾ വരരുതെന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല. നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്നതിൽ 2-3 പേര് തന്നെ സ്ത്രീകളാണ്. എന്നിട്ട് പോലും എത്ര സ്ത്രീകൾ വരുന്നു? നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്കറിയാം അതിൻ്റെ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്സ് സംസാരിക്കുന്ന, എക്കണോമിക്സ് സംസാരിക്കുന്ന, സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കുന്ന ചാനലുകളുടെ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം അതിനകത്ത് ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടു, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ കുറവാണ്, അത് സ്ത്രീകളെ അടിച്ചമർത്തുന്നതുകൊണ്ടാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് എത്രമാത്രം രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പരിഗണിക്കുന്നില്ല. പല പ്രൊഫഷണൽസിലും ഓരോരുത്തരുടെ ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും താല്പര്യം അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ അവിടുത്തെ ആനുപാതികപരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളതിനകത്തെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന ഡിസ്പാരിറ്റി നോക്കിയിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ആദ്യം ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, ഡിസ്പാരിറ്റി നോക്കിയിട്ട് പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പറയുന്നു, അതിനുശേഷം നമ്മൾ റിസർവേഷൻ കൊണ്ടുവരുന്നു. അങ്ങനെ റിസർവേഷൻ കൊണ്ടുവന്നത് കൊണ്ട് അവിടുത്തെ സ്ത്രീ പ്രാതിനിധ്യം കൂടണമെന്നില്ല. കാരണം അവരുടെ താല്പര്യങ്ങൾ കാരണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകും അവിടത്തേക്ക് ആൾക്കാർ വരാത്തത്. ചില ഇപ്പോൾ പ്രത്യേകിച്ച് ടീച്ചിങ് പോലെ, നേഴ്സിംഗ് പോലെയുള്ള കാര്യത്തിൽ നേരെ തിരിച്ചാണ് കാണുന്നത്. സ്ത്രീകളാണ് അവിടെ കൂടുതൽ, കാരണം അവർക്ക് കൂടുതൽ അതാണ് താല്പര്യം. ചിലപ്പോൾ അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകളിലൊക്കെ ചിലപ്പോൾ കൂടുതൽ കാണുന്നത് ആണുങ്ങളായിരിക്കും, കാരണം അവർക്ക് അതാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവിടേക്ക് ഇത്ര ശതമാനം വെച്ച് ആണുങ്ങളും ഇത്ര ശതമാനം വെച്ച് പെണ്ണുങ്ങളും വേണമെന്ന് പറയുമ്പോൾ അർഹിക്കപ്പെട്ട ഒരാളിൽ നിന്ന് എടുത്തിട്ട് മാത്രമേ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കുറച്ച് നാൾ നടപ്പിലാക്കി കഴിയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടത്ര ഗുണം കിട്ടുകയും ചെയ്യില്ല. കാരണം നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമല്ല കാണാൻ ശ്രമിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു വലിയ തരത്തിലുള്ള ശത്രുതാ മനോഭാവം മറ്റ് കൂട്ടർക്ക് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം അവർ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാകാനും അവിടെ സാധ്യതയുണ്ട്. നമ്മൾ സമത്വത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും ഈ സ്ത്രീ പുരുഷ ഈ കായികക്ഷമത അല്ലെങ്കിൽ നമ്മുടെ കായികക്ഷമത നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യരാണോ എന്നൊരു വിഷയം കൂടെ നമുക്ക് പെട്ടെന്ന് ചർച്ച ചെയ്ത് പോകാം ഈ ഒരു സെഷനിൽ. അഞ്ജലിനെ കുറിച്ച്. സ്ത്രീയും പുരുഷനും ബയോളജിക്കലി തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. അപ്പോൾ അവരുടെ സെക്സ് ഹോർമോണിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു സാന്നിധ്യത്തിലും പ്രവർത്തനത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആ ഒരു അത് ആക്ഷൻ അത് ഒന്നുകൂടെ ത്വരിതപ്പെടുകയും പിന്നെ അവരുടെ മസിൽസിനെയും അവരുടെ കായികക്ഷമതയും വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അതേസമയം സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാളും കുറവാണ്. അതുപോലെ സ്ത്രീകൾ ഈസ്ട്രജൻ ആണുള്ളത്. അത് സ്ത്രീകളുടെ ഫാറ്റ് ഡെപ്പോസിറ്റിനും സ്ത്രീകളുടെ സെക്സ് ഹോർമോണാണ് ഈസ്ട്രജൻ. പിന്നെ അതായത് ഫീമെയിൽ പാറ്റേൺ ഓഫ് ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇപ്പോൾ ബ്രസ്റ്റ്, ബട്ടക്സ്, അതുപോലെ തൈസ്, അവിടെയൊക്കെയുള്ള ഫാറ്റ് ഡിസ്ട്രിബ്യൂഷന് സഹായിക്കുന്നതാണ് ഈസ്ട്രജൻ. പിന്നെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെക്കാളും കായികക്ഷമത കൂടിയവരാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇൻ ജനറലി സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒളിമ്പിക്സ് അടക്കമുള്ള കായിക മത്സരങ്ങളിലൊക്കെ സ്ത്രീയെയും പുരുഷനെയും രണ്ട് വിഭാഗത്തിൽ പെടുത്തുന്നത്. ജെൻഡർ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ത്രീ പുരുഷൻ
രണ്ട് പ്രധാനപ്പെട്ട ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രാധാന്യം അവർക്കുള്ളതുകൊണ്ടല്ല, ഈ ജെൻഡറുകളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് ജെൻഡേഴ്സ് എന്നുള്ള രീതിയിൽ സ്ത്രീ പുരുഷൻ എന്ന് നമ്മൾ പറയുന്നെങ്കിലും LGBTQI+IQ+നെ പറ്റി നമുക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തകരുടെ വിഷയം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് പോകേണ്ടതാണ്. ട്രാൻസ്വുമണായിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള സ്വതന്ത്ര ചിന്തകരുടെ ഒരു നിലപാട് അനുഭവിക്കുന്നു, സംസാരിക്കാമോ? ട്രാൻസ് വിമൻ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ XY ക്രോമോസോമായിട്ട് ഒരു മെയിലായിട്ട് ജനിക്കുമെങ്കിൽ കൂടി അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ഫീമെയിലായിട്ടായിരിക്കും. അങ്ങനത്തെ കേസിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റി പല കാര്യങ്ങളിലും ഇന്നും പിന്നോട്ടാണ് ഒരുപാട്. ഇങ്ങനത്തെ ആളുകളെ സൊസൈറ്റി പലപ്പോഴും അംഗീകരിക്കാറില്ല. പക്ഷേ നമ്മൾ സ്വതന്ത്ര ചിന്തകർ എപ്പോഴും സയൻസ് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയ അഭിവൃദ്ധിയുടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അക്കോർഡിംഗ് ടു സയൻസ് പറയുന്നത് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ട്രാൻസ് വിമൻ ആണ് എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ അങ്ങനെ വയേർഡ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പല റീസെൻറ്റ് സ്റ്റഡീസും കാണിക്കുന്നത് ഒരു ട്രാൻസ് വിമൻ്റെ ബ്രെയിനിൻ്റെ പല സ്ട്രക്ചേഴ്സും സിസ് വിമൻ്റെ സെയിം ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് ന്യൂക്ലിയസ് ഓഫ് സ്ട്രയ ടെർമിനാലിസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ റീജിയൻ ട്രാൻസ് വിമനിലും സിസ് വിമനിലും ഒരുപോലെയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിനെ പിന്തുണയ്ക്കുന്നവർ എന്നുള്ള രീതിയിൽ നമ്മളും ട്രാൻസ് വിമൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് അവർക്ക് ഡിഫറൻസസ് ഉണ്ടാവാം. പക്ഷേ ആ ഡിഫറൻസസ് യാതൊരു വിധ ഡിസ്ക്രിമിനേഷനും കാരണമാകരുത് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവിടെ വേറൊരു വിഷയമുള്ളത്, ഈ കായികമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ സ്പോർട്സിലൊക്കെ ട്രാൻസ്വുമൻസ് സ്ത്രീകളുടെ വിഭാഗത്തിൽ മത്സരിക്കുമ്പോൾ ചില പ്രശ്നമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെമ്പാടും ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി തന്നെ അവരുടെ അസോസിയേഷൻ NCAA ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ വുമൻസിനെ ട്രാൻസ്വുമനെ സ്ത്രീകളുടെ മത്സരിക്കുന്നതെന്ന് വിലക്കുകയുണ്ടായി. അതേപോലെ ഈ ഒരു UN അടുത്ത കാലത്ത് വന്ന ഒരു UN റിപ്പോർട്ട് പ്രകാരം ഏകദേശം 600ഓളം ഫീമെയിൽസിന് 400 കോമ്പറ്റീഷൻസിലായിട്ട് ഏകദേശം 890ഓളം മെഡലുകൾ അവരുടെ എതിരാളികളായ ട്രാൻസ്വുമൻസ് കാരണം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടൊക്കെ വന്നൊരു സാഹചര്യത്തിൽ ഇപ്പം പല സമരങ്ങളുമൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പെട്ടെന്ന് അഭിലാഷോ ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ട്രാൻസ് വിമൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ട്രാൻസ് വിമൻ ആയതുകൊണ്ട് അവർക്കൊരു അവകാശങ്ങളും അല്ലെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു ഫെയർനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ട്രാൻസ് വിമൻ ഫോർ ഇൻസ്റ്റൻസ് ലിയ തോംസൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സ്വിമ്മറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് ഒളിമ്പിക്സിൽ മത്സരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്രീം ആയിരുന്നു. പക്ഷേ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു ബിക്കോസ് അവരൊരു ട്രാൻസ് വിമൻ ആയതുകൊണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. പക്ഷേ നമ്മളതൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ട്രാൻസ് വിമൻ ആണ്, അവർക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടുകൂടാ എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു ഇഷ്യൂ ഓഫ് ഫെയർനെസ് ഉണ്ട്. അവർക്കൊരു ഫിസിക്കൽ ബെനിഫിറ്റ് അവിടെയുണ്ട്. അവർ ട്രാൻസ് വിമൻ ആണെങ്കിൽ കൂടി ഫിസിക്കലി അവരൊരു മെയിലിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഫീമെയിലിൻ്റെ കൂടെ അവർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫീമെയിലിൻ്റെ ഒരു അവകാശ നിഷേധമാണ് അവിടെ സംഭവിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ മത്സരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒപ്പോണൻ്റായിട്ട് വരുന്ന ആളുകൾക്ക് കുറച്ച് ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവകാശമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ ട്രാൻസ് വിമൻ എന്ന പേരിൽ അവർക്ക് ഈ പറയുന്ന കൂട്ടർക്ക് അവകാശങ്ങളൊന്നും നിഷേധിക്കപ്പെട്ടുകൂടാ എന്ന് നമ്മൾ പറയുമ്പോഴും അത് മറ്റൊരാളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമായിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ട്രാൻസ് വുമൺ മത്സരിക്കുമ്പോൾ അവരുടെ ആംഗിളിൽ നിന്നും സംസാരിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കണം, വുമൻ്റെ സൈഡിൽ സംസാരിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കണം. അപ്പം ഇതിനകത്ത് ഭയങ്കര ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ട്രാൻസ് വുമൺ ഇൻ സ്പോർട്സ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും ഈ സ്ത്രീകൾ, ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്പോർട്സിൽ ഈ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാക്കി വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരശക്തിയും ശരീരപ്രകൃതിയും എല്ലാം വളരെ വ്യത്യാസമുണ്ടെന്നും പല സ്പോർട്സിലും വളരെ വലിയ വ്യത്യാസം, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെണ്ണിനുണ്ടാകുന്നതിൻ്റെ ടെസ്റ്റോസ്റ്റെറോണിനേക്കാളും കൂടുതലാണ് ആണിൻ്റെ ലോ ലെവലിലുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. അത് പ്യൂബർട്ടി ലെവലിലൊക്കെ വളരെ വലിയ രീതിയിൽ ശരീരത്തിൻ്റെ ബോൺ സ്ട്രക്ചറിലാണെങ്കിലും മസിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്ലഡ് പമ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ വലിയ വ്യത്യാസം വരുത്തും. അപ്പോൾ 2019 തന്നെ ട്രാക്കിൽ ഏറ്റവും സ്പീഡിൽ ഓടിയ പെണ്ണിനേക്കാളും
സ്പീഡിൽ ഓടിയ 25,000 അത്ലറ്റുകൾ ആണിൻ്റെ സൈഡിൽ നിന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വ്യത്യാസമാണുള്ളത്. അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് മത്സരിക്കാത്തതിൻ്റെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മത്സരം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സമ്മാനവും ഒരു അവാർഡും കിട്ടില്ല എന്നുള്ളതാണ്. അവർ ഉണ്ടാകില്ല. 25,000 ആണുങ്ങൾ ഫസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും പുറകിലാണ് പെണ്ണുങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം സ്പോർട്സിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് മത്സരം വെക്കുന്നത്. അപ്പോൾ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ അതിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ നേരത്തെ ആണുങ്ങൾ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതോ ആ പ്രശ്നങ്ങളെല്ലാം വീണ്ടും വരികയാണ്. തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. അതേസമയം താനൊരു പെണ്ണാണ് എന്ന് കരുതുന്ന ഒരാൾക്ക് അത് നിഷേധിക്കാനും പറ്റില്ല. കാരണം ഞാൻ പെണ്ണാണെന്ന് അയാൾ പറയുന്നു, എനിക്ക് അതുകൊണ്ട് മത്സരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ റീഅസൈൻമെൻറ്റ് സർജറി, ഹോർമോൺ തെറാപ്പി പോലും വേണ്ട എന്നുള്ള തരത്തിലേക്ക് ഈ വോക്കിസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തെ നിരാകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ബയോളജിക്ക് യാതൊരു പ്രാധാന്യമില്ല. ഒരാൾക്ക് തോന്നിയാൽ മതി പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സരിക്കാം എന്നുള്ളത് വരുന്നു. അപ്പം ഈ ഹോർമോൺ തെറാപ്പി പോലും വേണ്ടാതെ മത്സരിക്കണം എന്നുള്ളതാണ് പലരും ആവശ്യപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സ്ത്രീകളും സ്വതന്ത്ര ചിന്തയും എന്ന വിഷയത്തിൽ റാൻഡമായിട്ട് കുറച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഉദ്ദേശിച്ചത്. നമുക്ക് സമയപരിധി മൂലം അവസാനിപ്പിക്കാൻ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും ലാസ്റ്റ് ഒരു സെഷനായിട്ട് ഓരോരുത്തരും വളരെ ചുരുക്കത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്വതന്ത്ര ചിന്തയായ ഒരു സ്ത്രീയെപ്പറ്റി വളരെ ചുരുക്കത്തിലൊന്ന് പറയാമോ? പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാനത് കേരളത്തിലെ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ കേരളത്തിൽ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്ട് 4, 3, 7 പേര് മാത്രം ഉണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നതിൽ എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അതായത് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത് അങ്ങനെ വന്നപ്പോഴാണ് ഇതിലേക്ക് കൂടുതൽ ആളുകൾ എത്തിപ്പെടാൻ തുടങ്ങിയതും ഇതൊരു മോശപ്പെട്ട കാര്യമല്ല എന്നും മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷേ അതേസമയം ഇപ്പോഴും അത് മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് കേരളത്തിലെ കുറച്ച് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും സ്വതന്ത്ര ഇന്ത്യയിൽ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്ര ഇന്ത്യ ആ രീതിയിലുള്ള ചിന്തിക്കുന്ന സ്ത്രീകളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യം ഒന്നാമത് മതത്തിൽ കുളിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് പാട്രിയാർക്കി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കലയിലേക്കോ ഒരു നാടകത്തിൽ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ആദ്യമായിട്ട് അഭിനയിച്ചെന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും പിന്നോട്ട് പോകേണ്ടി വരത്തില്ല. അതുപോലെ ഇപ്പോഴും ബസ് ഓടിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അത് കയ്യടിയോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നു. അതൊരു വാർത്തയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പുരുഷ കേന്ദ്രീകൃതമായ ലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിൻ്റെ പരിമിതിയായിട്ട് വേണം കാണാനായിട്ട്. പക്ഷേ ഈ പരിമിതിയൊക്കെ മറികടന്നുകൊണ്ട് പണ്ടത്തെ കാലത്തെ കുറച്ച് കേരളത്തിലുള്ള കുറച്ച് സ്ത്രീകൾ, അതായത് ഇപ്പം കെ സരസ്വതി അമ്മ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി, അവരുടെ എഴുത്തുകളിലൂടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവർ നേരിട്ട ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയിരുന്നു, ഇവിടുത്തെ ദളിത് ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അരുന്ധതി റോയിയെ പെട്ടെന്ന് പറയാം. അരുന്ധതി റോയുടെ പുസ്തകങ്ങളിലും അരുന്ധതി റോയ് അതിലൂടെയും ഒരുപാട് ദൈവത്തിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊരിക്കലും ഒരു എത്തിസത്തിന് വേണ്ടിയിട്ട് അവർ സ്വതന്ത്രമായിട്ട് നിലകൊണ്ടില്ല. പക്ഷേ അവർക്ക് എത്തിസ്റ്റിക് ചിന്താരീതികളുണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ആനി തയ്യിൽ, പിന്നെ അക്കാമ ചെറിയാൻ, അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ മതം പൂർണ്ണമായിട്ടും വിട്ടു പോന്നിട്ടില്ല. പക്ഷെ അവർ മതം കാലഘട്ടത്തിലെ വെച്ച് നോക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതെ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായ ഒരു ചർച്ചയായിരുന്നു. സ്വതന്ത്രയും സ്ത്രീകളും എന്ന വിഷയത്തിൽ വ്യക്തി അനുഭവങ്ങളും മറ്റ് സാമൂഹിക നിരീക്ഷണങ്ങളും നിലപാടുകളുമൊക്കെയായി നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് 3 പേർക്കും കണ്ടിരുന്ന ഏവർക്കും നന്ദി.